ഓക്കെ. സോ മക്കളെ, നമ്മൾക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എന്നുള്ള ടോപ്പിക്കില്ലേ, സോ ഈ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും വലിയ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക അല്ലെ. നല്ല ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചില സമയത്ത് നമ്മുടെ MCQല് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2 പ്രാവശ്യമൊക്കെ വേറെ ടോപ്പിക്സ് എനിക്ക് ഒന്ന് വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലെ. കഴിഞ്ഞ 2 വർഷം ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഒക്കെയാണ് നമ്മളെ കേസ് സ്റ്റഡിയിലുള്ളത്. കഴിഞ്ഞ 2 പ്രാവശ്യമൊക്കെ ചോദിച്ചതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും ഈ ഒരു അറ്റംപ്റ്റിൽ വരാൻ ചാൻസ്. ഓക്കെ, നല്ല ടൈറ്റ് ആയിരിക്കും എന്തായാലും കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ. അപ്പൊ അതിനത്രയും സ്ട്രോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു ശീലം വേണം. ഓക്കെ, കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്തിട്ടുള്ള ശീലം വേണം, എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആൻസറിലേക്ക് എത്തുള്ളൂ അല്ലെ. അപ്പോ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്, ഇപ്പൊ 5 മാർക്സ് ഒരു 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് NPV കണ്ടുപിടിക്കാൻ, IRR കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക അല്ലെ. പക്ഷെ അതല്ല ഇവിടെയുള്ള പ്രശ്നം വരുന്നത്. മെയിൻലി പ്രോബ്ലം ഉള്ളത് ഓരോ ക്യാഷ് ഫ്ലോസിനെ പറ്റിയിട്ട് ഒരു പോയിന്റ്സ് പറയും. അപ്പൊ ആ പോയിന്റ്സ് നോക്കിയിട്ട് ഏതൊക്കെ ക്യാഷ് ഫ്ലോസിൽ എടുക്കണം, ഏതൊക്കെ ഇൻഫ്ലോ ആണ്, ഏതൊക്കെ ഔട്ട്ഫ്ലോ ആണ്, എത്ര എമൗണ്ട് എടുക്കണം, എന്തിനൊക്കെ ടാക്സ് കൺസിഡർ ചെയ്യണം, സോ അങ്ങനെയുള്ള കുറെ പോയിന്റ്സ് ഉണ്ട്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഇന്ന കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്പെഷ്യലി എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഞാനിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് അല്ലാതെ മേ ബി അല്ലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും പോയിന്റ്സോ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നോക്കൂ മക്കളെ, സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്താ സങ്ക് കോസ്റ്റ്? സങ്ക് കോസ്റ്റ് മീൻസ് ഓൾറെഡി ഇൻകേർഡ് ഇൻ ദ പാസ്റ്റ് അല്ലെ. ദ കോസ്റ്റ് വിച്ച് ഇസ് ഓൾറെഡി ഇൻകേർഡ് ഇൻ ദ പാസ്റ്റിനെയാണ് നമ്മൾ സങ്ക് കോസ്റ്റ് എന്ന് പറയാം. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഓക്കെ, ആ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കാൻ വേണ്ടി ഒരു കൺസൾട്ടൻസി ഫീസ് കൊടുക്കുക. മനസ്സിലായോ? യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ് എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ആ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു കൺസൾട്ടന്റ്, അസ്യൂമിങ് ദാറ്റ് ഞാനൊരു കൺസൾട്ടന്റ് ആണ് വിചാരിക്കും, എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ആ ഒരു നിങ്ങൾ പറയാൻ പോകുന്ന ആ ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ഐഡിയ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നതാണ് പ്രോബ്ലംസ്, ഇന്നതാണ് നടത്തുക. അപ്പൊ ഞാൻ ആ ഒരു സ്റ്റഡി നടത്തുന്നു മൊത്തത്തിൽ. അപ്പൊ ആ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എനിക്കൊരു ഫീസ് തരുന്നു. ഓക്കെ, അപ്പൊ അത് ഓൾറെഡി പെയ്ഡ് ആണ് അല്ലെ. നിങ്ങൾ ആ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് എനിക്ക് പൈസ വന്നു. അപ്പോ ഇനി അങ്ങോട്ടേക്ക് എന്താ വെച്ചാൽ ആ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ള തീരുമാനം നിങ്ങൾ ഈ ഒരു സ്റ്റഡിയുടെ ബേസിസിലാണ് ചെയ്യുന്നത് അല്ലെ. യെസ്. ഇനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ കൊടുത്ത പൈസ, അതായത് ഈ കൺസൾട്ടൻസി ഫീസ് ആയിട്ട് കൊടുത്ത പൈസ ഓൾറെഡി പോയതല്ലേ. മനസ്സിലായോ? പ്രൊജക്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താലും പ്രൊജക്ട് കണ്ടിന്യൂ ചെയ്തില്ലെങ്കിലും ഈ പോയ പൈസ പോയതല്ലേ. യെസ്. ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിന് അത് മാറ്റർ ആവുന്നുണ്ടോ? ഇല്ല. ക്ലിയർ അല്ലേ? യെസ്. അതേപോലെ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നിൽ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് ഓൾറെഡി ഇൻകർ ചെയ്തു അല്ലെ. അത് ഓൾറെഡി ഇൻകർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇന്നത് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് എടുത്തു. അപ്പോൾ ആ ഒരു കോസ്റ്റ് നിങ്ങൾ ഓൾറെഡി ഇൻകർ ചെയ്തുകൊണ്ട് ഓക്കെ, നിങ്ങൾ പ്രൊജക്റ്റിൽ പിന്നെ കയറിയാലും അല്ലെ പ്രൊജക്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്താലും ഇല്ലെങ്കിലും ഈ പോയ പൈസ പോയതല്ലേ. യെസ്. സോ സം കോസ്റ്റ് ഈസ് ഓൾവേസ് എക്സ്ക്ലൂഡഡ് ഫ്രം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അനാലിസിസ്. ക്ലിയർ ആണോ? സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, സം കോസ്റ്റിനെ അവോയ്ഡ് ചെയ്യണം. സെറ്റ് അല്ലേ? ഓക്കെ. അടുത്തത് അലോക്കേറ്റഡ് ഓവർ ഹെഡ്സ്. ഓക്കെ, അലോക്കേറ്റഡ് ഓവർ ഹെഡ്സ് എന്താ നോക്കാം. ഇപ്പൊ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കോച്ചിങ് ബിസിനസ് നടത്തുക. ഓക്കെ, സോ ഞാൻ മുമ്പൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അതേ എക്സാമ്പിൾ തന്നെയാണ്, കോച്ചിങ് ബിസിനസ് നടത്തുക. അപ്പൊ കോച്ചിങ് ബിസിനസ് നടത്തുന്ന സമയത്ത് റെന്റ് വരുന്നത് 1,00,000 രൂപയാണ്. ഞാൻ ആകെ ACCAയുടെ കോച്ചിങ് മാത്രമേ ഉള്ളൂ. 1,00,000 രൂപ റെന്റ് ഉണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിലെ ഒരു പോർഷൻ, ആ ഒരു റെന്റഡ് ബിൽഡിങ്ങിലെ ഒരു പോർഷൻ CAക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ CAയുടെ പ്രോഫിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യില്ലേ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, റെന്റ് അപ്പോർഷൻ ചെയ്യൂലേ അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യൂലേ. മനസ്സിലായോ? ആ റെന്റ് എക്സ്പെൻസ് ആ ബിൽഡിങ്ങിന് മൊത്തം 1,00,000 ആണ്.
സോ സി എക്ക് വേണ്ടി ടോട്ടൽ ഒരു 10 ക്ലാസ് റൂം ഉള്ള സ്ഥലമാണ്. ഓക്കെ, 10 ക്ലാസ് റൂമിന് 1,00,000 ആണെങ്കിൽ സി എക്ക് നിങ്ങൾ ഒരു ക്ലാസ് റൂം എടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ ഒരു ക്ലാസ്സിന് 1,00,000 റുപ്യ വേണ്ടേ? യെസ്. അപ്പൊ എക്സ്പെൻസ് റെന്റ് എന്ന് പറഞ്ഞിട്ട് 1,00,000 സി എക്ക് വേണം. അപ്പൊ സി എയുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,00,000 റെന്റ് നിങ്ങൾ എടുക്കും. പക്ഷെ സി എ ബിസിനസ് തുടങ്ങണോ വേണ്ടയോ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഈ 1,00,000 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വൈ? ബിക്കോസ് നിങ്ങൾ സി എ നടത്തിയില്ലേലും നിങ്ങൾക്ക് 10,00,000 പോവായിരുന്നു റെന്റ്. സി എ നടത്തിയത് കൊണ്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പേയ്മെന്റ് പോയോ? ഇല്ല. 10,00,000 തന്നെയാണ് ഓൾറെഡി കൊടുക്കുന്നുള്ളത്, അല്ലെ? അപ്പൊ അലോക്കേറ്റഡ് ആണ്, ഓൾറെഡി ഇൻകേർഡ് സംഭവം നിങ്ങൾ അലോക്കേറ്റ് ചെയ്താണ്. സോ ആ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, എക്സ്ക്ലൂഡഡ് ഫ്രം ദ അനാലിസിസ്, അവിടെ നിങ്ങൾ ക്യാഷ് ഫ്ലോയിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പക്ഷെ നേരെ മറിച്ചിട്ടേ, ഇപ്പൊ റെന്റിനുള്ള ബിൽഡിംഗ് 10,00,000 എന്ന് പറഞ്ഞു, നിങ്ങൾ സി എന്റെ ആ ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു സ്പേസ് അത്യാവശ്യം വന്നു. അപ്പൊ അങ്ങനെ അവർ റെന്റ് കൂട്ടിയിട്ടേ ആ 10,00,000 ഉള്ളത് 10,30,000 ആക്കിയെന്ന് വിചാരിക്കേ. അപ്പൊ സി എ വന്നത് കൊണ്ട് നിങ്ങൾക്ക് അഡീഷണലി വരുന്ന കോസ്റ്റ് എത്രയാ? 30,000 രൂപയുടെ കോസ്റ്റാണ് വരുന്നത്, അല്ലെ? ആ 30,000 എക്സ്ട്രാ വരുന്നുണ്ട് ഇൻക്രിമെന്റൽ കോസ്റ്റ്. സോ ആ ഇൻക്രിമെന്റൽ കോസ്റ്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ് പോയിന്റ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. അതായത് മേ ബി സി എം എ സി എസ് ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പൈസ വേണം, അല്ലേ? യെസ്. എവിടുന്നെങ്കിലും പൈസ കളക്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ആ പൈസ കളക്ട് ചെയ്യുന്ന ചിലപ്പോൾ ഡിബെഞ്ചർ അല്ലെങ്കിൽ ലോൺ ആയിട്ടോ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ആവാം. ശരി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫുള്ളി ഇക്വിറ്റി ആണെന്ന് വിചാരിക്കും. ഫുള്ളി ഇക്വിറ്റി ആണെങ്കിൽ അവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മാത്രമേ ഉള്ളൂ, അല്ലെ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മാത്രമായിരിക്കും വാക്ക് ആയിട്ട് കിട്ടുക. പക്ഷെ അവിടെ പ്രിഫറൻസിന്റെ ഡിവിഡൻഡോ അല്ലെങ്കിൽ ലോണിന് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ആ കോസ്റ്റ് ഓഫ് ലോണ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഒക്കെ വരും. അപ്പൊ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാറൂലേ? വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാറും. സോ ദാറ്റ് മീൻസ് ഡിവിഡൻഡ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഡിവിഡൻഡും അതേപോലെ ഇൻട്രസ്റ്റിന്റെ ഒക്കെ ഇമ്പാക്ട്, ഓക്കെ, ഈവൻ ഇക്വിറ്റി ഡിവിഡൻഡിന്റെ ഒക്കെ ഇമ്പാക്ട് എവിടെ വരുന്നുണ്ട്? ഓൾറെഡി വാക്കിൽ വരുന്നില്ലേ? കാര്യം മനസ്സിലായോ? നിങ്ങൾ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% എന്ന് പറയുന്നുണ്ട്, ഇൻട്രസ്റ്റും ഡിവിഡൻഡ് ഒക്കെ വന്നപ്പോൾ അത് കുറച്ചൊന്ന് കൂടിയെന്ന് വിചാരിക്കും. അപ്പൊ ആ ഇമ്പാക്ട് ഒക്കെ വന്നില്ലേ ഓൾറെഡി? മനസ്സിലായോ? വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വന്നു. സോ അതുകൊണ്ട് നിങ്ങൾ ക്യാഷ് ഫ്ലോ ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുമ്പോൾ എന്തെടുക്കരുത്? ഡിവിഡൻഡും ഇൻട്രസ്റ്റ് എടുക്കരുത് എന്നാ പറയുന്നത്. ഓക്കെ. നിങ്ങളുടെ ICAയുടെ മെറ്റീരിയലിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇല്ല, CMAയുടെ മെറ്റീരിയലൊക്കെ ഉണ്ടാവും. സോ എക്സാമിന് വരുമ്പോൾ ഇവരൊരു അഡീഷണൽ സാധനം കൂടി തരും, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇൻട്രസ്റ്റ് കാണുമ്പോൾ മൈൻഡ് ചെയ്യണ്ട, അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കുറക്കരുത്, അത്രേ ഉള്ളൂ. ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുമ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കുറക്കരുത്. അവർ ചിലപ്പോൾ ഓൾറെഡി കുറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്രിസിയേഷൻ ഒക്കെ പോലെ ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ശ്രദ്ധിക്കുക. സോ ഇൻട്രസ്റ്റ് കുറക്കരുത് എന്നാണ് പോയിന്റ്. ഇൻട്രസ്റ്റ് കുറക്കരുത്. ഓക്കെ. അതായത് സപ്പോസ് നിങ്ങൾ ആലോചിച്ച് നോക്കളെ, ഇപ്പൊ സാധാരണ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാറില്ലേ? നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടില്ലേ? ആ സ്റ്റേറ്റ്മെന്റ് പഠിക്കുമ്പോൾ നമ്മൾ എഴുതുന്ന സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ മൈനസ് ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ്, EBIT. ശരി, EBIT മൈനസ് ഇൻട്രസ്റ്റ്, EBT കഴിഞ്ഞിട്ട് ടാക്സ് കഴിഞ്ഞിട്ട് EAT. ഓക്കെ. എന്നിട്ട് നിങ്ങൾ EAT കിട്ടിയെടുത്ത് നിന്നല്ലേ ആഡ് ബാക്ക് ഡിപ്രിസിയേഷൻ അടിക്കുന്ന CFAT എന്ന് പറഞ്ഞിട്ട്? യെസ്. കാരണം ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ഇവിടെ നിന്നാണ് ശരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ ഉള്ള ഒരു പോയിന്റ് കണ്ടോ? എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടില്ലേ? അപ്പൊ നിങ്ങളുടെ ICAയില് എന്താ പറയുക, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ റിലേറ്റഡ് ക്വസ്റ്റൻ ഒക്കെ വരുമ്പോൾ ഇവർ ഇൻട്രസ്റ്റിന്റെ പോയിന്റ് ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. അവര് ഓൾറെഡി നമ്മളോട് പറയുന്നത് ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് എന്നാ പറയുന്നുള്ളൂ. അപ്പൊ ഇൻട്രസ്റ്റിന്റെ കാര്യം അവിടെ മെൻഷൻ ചെയ്തില്ല. അപ്പൊ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഇൻട്രസ്റ്റ് പോർഷൻ കൺസിഡർ ചെയ്യാണ്ടാണ് ഇവർ എടുത്തിട്ടുള്ളത്. അപ്പൊ ക്യാഷ് ഫ്ലോ എടുക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഔട്ട്ഫ്ലോ ആയിട്ട് എടുക്കരുത്. മനസ്സിലായോ? യെസ്. അപ്പൊ ഓൾറെഡി അവർ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് വിചാരിക്കും, ഏർണിങ്സ് ബിഫോർ ടാക്സ് ഇൻട്രസ്റ്റ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ബിഫോർ ടാക്സ് ഇൻട്രസ്റ്റ് ഡിപ്രിസിയേഷൻ അല്ലേ? അപ്പൊ ഇൻട്രസ്റ്റ് കുറക്കരുത് കേട്ടോ. ഡിപ്രിസിയേഷൻ മാത്രം കുറച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ടാക്സ് കണ്ടിട്ട് ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക.
ഓക്കെ ആണോ? യെസ്. ഇപ്പൊ ഓൾറെഡി ഇൻട്രസ്റ്റ് ഡിഡക്റ്റഡ് ആണെങ്കിലോ ഇൻട്രസ്റ്റിനെ ഫസ്റ്റ് തന്നെ ആഡ് ബാക്ക് ചെയ്യണം, എന്നിട്ട് മാത്രമേ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻട്രസ്റ്റിന് മുകളിൽ ടാക്സ് ബെനിഫിറ്റ് പോലും എടുക്കരുത്. ഓക്കെ, യെസ്. കാരണം അത് ഓൾറെഡി എവിടെ കൺസിഡേർഡ് ആയിട്ടുണ്ട്? വാക്കിൽ കൺസിഡേർഡ് ആയിട്ടുണ്ട് അല്ലെ? നിങ്ങൾ വാക്ക് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ ഓൾറെഡി ഇൻട്രസ്റ്റും ആ ഇൻട്രസ്റ്റിന്റെ ടാക്സ് ബെനിഫിറ്റും എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് എടുക്കുന്നത്? വാക്ക് എടുക്കുന്നത്. അപ്പൊ ഡബിൾ കാൽക്കുലേഷൻ വരും. സി ദിസ് പോയിന്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലെ? ലാസ്റ്റ് എക്സാമിൽ എക്സ്ക്ലൂഷൻ ഓഫ് ഫിനാൻഷ്യൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ 2 മാർക്കിന്റെ പോയിന്റ്. സോ അതിന്റെ പോയിന്റ് എത്രേ ഉള്ളൂ? ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ക്യാഷ് ഫ്ലോസ്. ഓക്കെ, ബിക്കോസ് വൈ? ബിക്കോസ് ഓൾറെഡി കൺസിഡർഡ് ഇൻ ടു ആ കാൽക്കുലേഷൻ. രണ്ടാമത് കാൽക്കുലേറ്റ് ചെയ്ത ഡബിൾ കാൽക്കുലേഷനോ. സോ കംഫർട്ടബിൾ വിത്ത് 3 പോയിന്റ്സ്. ഓക്കെ അല്ലേ? സങ്ക് കോസ്റ്റ്, അലോക്കേറ്റഡ് കോസ്റ്റ് ആൻഡ് എക്സ്ക്ലൂഷൻ ഓഫ് ഫിനാൻഷ്യൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ സെറ്റ് ആണോ മക്കളെ? 3. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ്. അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ ഔട്ട്ഫ്ലോ ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുക അല്ലേ? നമുക്കറിയാം. ഇപ്പൊ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തി നിങ്ങൾ ഇനീഷ്യലി ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ചിലപ്പോൾ 0th ഇയറിലായിരിക്കും ഇപ്പൊ 20 ലാഖിന് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നെങ്കിൽ 0ൽ 20 ലാഖ് അടിക്കാം. ചില സമയത്തുണ്ടല്ലോ നമ്മൾ ഈ 0th ഇയറിൽ ഒരു 15 ലാഖ് കൊടുത്തിട്ട് ബാക്കി ഫസ്റ്റ് ഇയർ ഒക്കെ അടക്കുമായിരിക്കും 5 ലാഖ്. അങ്ങനെയുള്ള കേസ് അങ്ങനെ വരാം. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കണം വെദർ ദേ ആർ പേയിങ് ഇൻ ദ 0th പോയിന്റ്, അല്ലെങ്കിൽ എന്താ പറയാ ഫസ്റ്റ് ഇയറിന്റെ ബിഗിനിങ്ങിൽ തന്നെ പേയ്മെന്റ് കൊടുക്കുന്നുണ്ടോ, അല്ല ഇൻ ബിറ്റ്വീൻ എനി ഇയേഴ്സ് ആണ് പേയ്മെന്റ് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ. വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ നോക്കട്ടോ. വർക്കിംഗ് ക്യാപിറ്റലിൽ എങ്ങനെയൊക്കെ നോക്കാം? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് വിചാരിക്കും. സോ അതെങ്ങനെയൊക്കെ ഔട്ട്ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യണം, ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യണം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സപ്പോസ് ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറയുകയാണ് നിങ്ങളോട്, പ്രൊജക്റ്റിലെ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമെല്ലാം പറയുന്നുണ്ട്, പ്രൊജക്ട് കോസ്റ്റ് ഒരു 20 ലാഖ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ പറയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 1 ലാഖ്. വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വേണം? 1 ലാഖ് വേണം. എന്നിട്ട് അവർ പറയാണ് ഫസ്റ്റ് ഇയർ എൻഡ് ആവുമ്പോഴേക്കും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്, ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഈക്വൽ ടു ഒരു 1,20,000. ദാറ്റ് മീൻസ് ഒരു 20,000 കൂടി. ഓക്കെ, പിന്നെ 5 ഇയർ ലൈഫ്. അപ്പൊ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യുക? വർക്കിംഗ് ക്യാപിറ്റൽ സ്റ്റാർട്ടിങ്ങിൽ ആവശ്യം 1 ലാഖാ അല്ലേ? സോ 0th ഇയറിൽ എന്റെ കയ്യിൽ നിന്ന് 1 ലാഖ് റുപ്പീസ് പോയി. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇൻവെന്ററി പർച്ചേസ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും പേയ്മെന്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾക്ക് അറിയാം അല്ലെ? വർക്കിംഗ് ക്യാപിറ്റൽ എന്താ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എത്ര ആവശ്യമുള്ളതെന്നൊക്കെ പറയും ക്വസ്റ്റ്യനിൽ. അപ്പൊ ആ വർക്കിംഗ് ക്യാപിറ്റൽ പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാ, മനസ്സിലായോ? ആ ക്യാഷ് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഈ അസറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ ശരിക്കും എന്റെ പ്രൊജക്റ്റിലേക്ക് ഞാൻ എന്ത് ചെയ്തു? കമ്പനിയുടെ പൈസ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പൈസ ഇടാം. നോക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പനിയുടെ കയ്യിൽ 1 ലക്ഷം ഉണ്ട്. കമ്പനി ആ ഒരു പ്രൊജക്റ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലാഖ് കയ്യിൽ നിന്ന് മാറ്റി വെക്കുക അല്ലെ? അപ്പൊ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ 1 ലാഖ് പോയി ഔട്ട്ഫ്ലോ പോലെ. അത് കഴിഞ്ഞിട്ട് മേ ബി അടുത്ത വർഷം എന്താ സംഭവിക്കുക? ഫസ്റ്റ് ഇയർ ഉണ്ടാകുമ്പോഴേക്കും കമ്പനി അത് കൂട്ടണം. 1 ലാഖ് ഉള്ളത് 1,20,000 എത്തിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ഫസ്റ്റ് ഇയറിൽ ചേഞ്ച് വരുന്നുണ്ട്. 20,000 കുറവാണോ കൂടുതലാണോ സംഭവിച്ചത്? വർക്കിംഗ് ക്യാപിറ്റൽ കൂട്ടി. അപ്പൊ 20,000 കൂടി നമുക്കൊരു ഔട്ട്ഫ്ലോ വരും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഇയർ ഫിഫ്ത് ഇയർ എന്താ സംഭവിക്കുക? ഈ 1,20,000 നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആ പ്രൊജക്ട് ഒഴിവാക്കുക അല്ലെ? കംപ്ലീറ്റ് പ്രൊജക്ട് ഒഴിവാക്കുന്ന സമയത്ത് 1,20,000 കംപ്ലീറ്റ് ഒഴിവാക്കി. ഓക്കെ, സോ ഒഴിവാക്കുമ്പോൾ 1,20,000 നിങ്ങൾക്ക് ഫുള്ളി ഇൻഫ്ലോ ആയിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ 1,20,000 ഫുള്ളി ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? സോ 1 ലാഖ് ഔട്ട്ഫ്ലോ, 20,000 ലെസ് 1,20,000. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ, സോ ദ വർക്കിംഗ് ക്യാപിറ്റൽ ഇനീഷ്യലി നമ്മൾ 0th ഇയറിൽ ഔട്ട്ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യും. ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ഇൻക്രീസ് ആണെങ്കിൽ ഔട്ട്ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യും. ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ഡിക്രീസ് ആണെങ്കിൽ ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ആൻഡ് റിലീസ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഫുൾ ഫിഗർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യാം. വെദർ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞാലും ഇല്ലേലും. മനസ്സിലായോ? ചില ക്വസ്റ്റ്യനിലൊക്കെ പറയും, ചില ക്വസ്റ്റ്യനിൽ അവർ പറയില്ല കേട്ടോ. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞാലും ഇല്ലേലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ചെയ്യണം. മനസ്സിലായില്ലേ? റിലീസ് എന്നുള്ളത് സംഭവം ചെയ്യണം. സെറ്റ് അല്ലേ?
വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുള്ളൂ കേട്ടോ. വർക്കിംഗ് ക്യാപിറ്റലിന്റെ റിലീസിനെ പറ്റിയിട്ട് അവർ പറയൂല. അപ്പൊ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് ഇയറിൽ അത് റിലീസ് ചെയ്തു എന്നുള്ളത് കാണിക്കണം. ഓക്കെ ആണോ? യെസ്, 5 പോയിന്റ്സ് ഓക്കെ അല്ലേ? ഇവിടെ എക്സ്ക്ലൂഡിങ് 3 പോയിന്റ്സ് പ്ലസ് അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ പറ്റിയിട്ടും ബെനിഫിറ്റിനെ പറ്റിയിട്ടും പറയാം. അതേപോലെ ലോസ് സെറ്റ് ഓഫ് ഉണ്ട്. ഓക്കെ, ടാക്സിന്റെ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ബെനിഫിറ്റ് പറയാം. ഇപ്പൊ നോക്ക്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. ഞാനുണ്ടല്ലോ സാലറി വാങ്ങിക്കാൻ വേണ്ടി ഒരു ബിസിനസ്, ഒരു പണിക്ക് പോയി കേട്ടോ. അപ്പൊ എനിക്ക് അവിടെ കിട്ടുന്നത് 1 lakh റുപ്പീസാണ്. ഓക്കെ, അത് മാറ്റിയിട്ട് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ആനുവലി വരുന്ന ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് ഒരു 1,50,000. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യാ, നോക്കോളെ, ഞാൻ സിറ്റുവേഷൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ബേസ്ഡ് തന്നെ പറയാം. നോക്ക്, സപ്പോസ് എനിക്ക് സാലറി കിട്ടിക്കൊണ്ടത് 1 lakh. ഓക്കെ, ഞാനൊരു 30% ടാക്സ് അടക്കുന്നതാണ്. ഓക്കെ, ഒരു 4 കൊല്ലത്തേക്കുള്ള ഒരു ഇയർ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ബിസിനസ് ഒരു 4 ഇയേഴ്സിലേക്കാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 4 ഇയേഴ്സിന്റെ കോൺസെപ്റ്റ് ആണ്. സോ എനിക്ക് എല്ലാ വർഷം ഇയർലി എടുക്കാം കേട്ടോ. സോ സാലറി 1 lakh കിട്ടുന്നുണ്ട്. ഓക്കെ, 30% ടാക്സ് ഉണ്ട്. യെസ്, അപ്പൊ എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ 1 lakh 30% ടാക്സ് കുറച്ചാൽ എനിക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ 70,000 വെച്ചിട്ടായിരിക്കും കിട്ടുക. ക്ലിയർ ആണോ? അല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് 70,000 വെച്ചിട്ട് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ശരി, ഇനി എന്റെ പുതിയ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 10 lakhന്റെ എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, സോ 0th ഇയറിൽ ഐ ഹാവ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 10 lakh. അത് ഔട്ട്ഫ്ലോ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ വരുന്ന സമയത്ത് ഓക്കെ, എനിക്ക് 1,50,000 CFAT വരും, ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്. 1,50,000, 1,50,000, 1,50,000, 1,50,000. ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണോ? ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്, ഇത് ആഫ്റ്റർ ടാക്സ് ആ പറയുന്നത്. ഇത് ബിഫോർ ടാക്സ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിച്ചു. ഇത്രയും ഓക്കെ ആണോ? യെസ്. ഇനി നമ്മൾ ഈ രണ്ടിനെയും കമ്പയർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇത് രണ്ടിന്, അതായത് ഞാൻ ഈ സാലറി കിട്ടുന്നത് ഒഴിവാക്കിയിട്ട് ബിസിനസ്സിലോട്ടേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് ഡയറക്റ്റ്ലി ഇത് ചെക്ക് ചെയ്യാൻ പറ്റൂല. കാരണം വെച്ചാൽ 1 lakh ഉള്ളത് 1,50,000 കിട്ടുന്നതെന്ന് പറയാൻ പറ്റൂല. ഇവിടെ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, സാലറി കിട്ടുന്ന ആ ഒരു ജോബ് വിട്ടിട്ട് ഞാൻ ബിസിനസ്സിലോട്ട് ഇറങ്ങണോ എന്നുള്ളതാണ്. സോ NPV വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എന്താ വെച്ചാൽ, ഞാൻ ആദ്യം ഈ ബിസിനസ് തുടങ്ങുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് ഒരു 10 lakh റുപ്പീസ് പോകുന്നുണ്ട് അല്ലേ. അപ്പൊ 0th ഇയർ 10 lakh ഔട്ട്ഫ്ലോ ഉണ്ട്. യെസ്, ഫസ്റ്റ് ഇയർ എനിക്ക് ഇത് വെച്ചിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ബട്ട് വി ആർ കമ്പയറിംഗ് വിത്ത് ദിസ് വൺ സാലറി. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, മുമ്പ് എനിക്ക് സിറ്റുവേഷൻ 70,000 വെച്ചിട്ട് കിട്ടുമായിരുന്നു അല്ലെ. ഈ 1,50,000 കിട്ടുമ്പോൾ എനിക്ക് ഈ 70,000 കിട്ടുമോ? പറ. ഈ 1,50,000 കിട്ടുന്ന സമയത്ത് ഈ 70,000 കിട്ടുമോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര മാത്രമേ കിട്ടുള്ളൂ എല്ലാ വർഷവും? 80,000 വെച്ചിട്ടല്ലേ കിട്ടുള്ളൂ. യെസ്. സോ വെൻ യു ആർ കമ്പയറിങ്, അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്യണോ എന്നുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് വരുമ്പോ ഇത് വിട്ടിട്ടല്ലേ നമ്മൾ ചെയ്യുന്നേ അല്ലെ. അപ്പൊ ഇതിന്റെ മാത്രം ബെനിഫിറ്റ് നോക്കിയത് കാര്യമില്ല അല്ലെ. ഇത് കാരണം ഉണ്ടാവുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് അല്ലേ നോക്കണ്ടെന്ന്. ക്ലിയർ ആണോ? യെസ്. സോ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ഇവിടെ 1,50,000 നിങ്ങൾക്ക് ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, മുമ്പ് കിട്ടുന്ന സംഭവം ഇപ്പൊ കിട്ടുന്നില്ല, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ദിസ് വിൽ ബി ട്രീറ്റഡ് ആസ് ഔട്ട്ഫ്ലോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? സോ ഓരോ വർഷവും നിങ്ങൾക്ക് 70,000 വെച്ച് കുറച്ചുകൂടെ മക്കളെ സെറ്റ് അല്ലേ? ഇത്ര ഓക്കെ ആണോ? യെസ്. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ ഇപ്പോൾ 0th ഇയറിൽ 10 lakh പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇയർ തൊട്ട് 4 വർഷത്തേക്ക് 1,50,000 കിട്ടുന്നതിന് പകരം ഇപ്പൊ 70,000 കുറച്ചിട്ട് എത്ര വരുന്നുള്ളൂ? 80,000. സോ 80,000 വെച്ചിട്ട് 1 to 4 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ NPV കണ്ടുപിടിക്കും. ഇത്ര ഓക്കെ ആണോ? യെസ്. സോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുമ്പോൾ ഔട്ട്ഫ്ലോ ആയിട്ട് റേറ്റ് ചെയ്യും. ലൈക്ക് നമ്മൾ കമ്മീഷൻ ഫോർഗോൺ ചെയ്യുന്ന ക്വസ്റ്റൻ ഒക്കെ ഉണ്ട്, ടെക്സ്റ്റിൽ നോക്കിയാൽ മതി. പ്രാക്ടിക്കൽ 13 ഒക്കെ നോക്കാം.
പ്രാക്ടിക്കൽ 13. ഓക്കെ, അതേപോലെ ഓപ്പർച്യൂണിറ്റി ബെനിഫിറ്റ് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, സോ ഓപ്പർച്യൂണിറ്റി പ്രാക്ടിക്കൽ 13 ആണോ 8 എന്ന് തോന്നുന്നു. പ്രാക്ടിക്കൽ 8 ആണ് കമ്മീഷൻ ക്വസ്റ്റ്യൻ. ഓപ്പർച്യൂണിറ്റി ബെനിഫിറ്റ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റി ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഉദ്ദേശിക്കുന്നത്? ഇതേപോലെ നേരെ തിരിച്ചാ. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു വേസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോവാം. വേസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു 50,000 രൂപ ഔട്ട്ഫ്ലോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ടാക്സ് ഒരു 25% ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 40% ടാക്സ് ആണെന്ന് വിചാരിക്കും. അപ്പൊ 50,000 എനിക്ക് ലോസ് വരുന്ന സമയത്ത് 40% ടാക്സ് ബെനിഫിറ്റ് 20,000 കിട്ടും. സോ നെറ്റ് എത്ര കിട്ടും? 30,000 വരുന്നുണ്ട് അല്ലെ? നെറ്റ് 30,000 പോകുന്നുണ്ട്. സോറി, 30,000 ഔട്ട്ഫ്ലോ വരുന്നുണ്ട്. ശ്രദ്ധിച്ചോ, എന്താ പറഞ്ഞത്? വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യാൻ വേണ്ടിയിട്ട് 50,000 കൊടുക്കണം. ടാക്സ് ബെനിഫിറ്റ് 40% പറയുമ്പോൾ 20,000 വരും. സോ 30,000 റുപ്പീസ് ആണ് നെറ്റ് വരുന്നത്. ക്ലിയർ അല്ലേ? 30,000 നെറ്റ്. അപ്പൊ ആ 30,000 രൂപ, ശ്രദ്ധിക്കണേ, 50,000 ഉണ്ട്, 30,000 വരും അല്ലെ? 30,000 ഔട്ട്ഫ്ലോ ആയിട്ടല്ലേ കൺസിഡർ ചെയ്യാം അല്ലെ? ശരിക്കും വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുമ്പോൾ 50,000 കൊടുക്കുന്നുണ്ട്. ഓക്കെ, 40% ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ 20% ടാക്സ് ബെനിഫിറ്റ്. സോ നെറ്റ് ഇഫക്റ്റ് എനിക്ക് 30,000 കൊടുത്ത പോലെ ആയി. ഓക്കെ, ഞാൻ ഇതിന് പകരം ഈ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്തു. ഓക്കെ, സോ നേരത്തെ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്തതാ. ഓക്കെ, വേസ്റ്റ് ഡിസ്പോസൽ. ഇവിടെ നമ്മൾ വേസ്റ്റ് എന്ത് ചെയ്തു? ട്രീറ്റ്മെന്റ് ചെയ്തു. എന്നിട്ട് ഇതൊരു ബിസിനസ് മോഡലേക്ക് ആക്കി. അപ്പൊ അങ്ങനെ ആക്കുമ്പോൾ എനിക്ക് എല്ലാ വർഷവും ഒരു 1.5 ലക്ഷം കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഇല്ല, 1.5 ലക്ഷം ആണ് കിട്ടുന്നത്. മീൻസ് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് 30,000 ഔട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് എത്ര വരുന്നു? 1,50,000. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടല്ലേ നമ്മൾ കമ്പയർ ചെയ്യാം. എങ്ങനെ കമ്പയർ ചെയ്യാം? മുമ്പാണെങ്കിൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ട് 30,000 അങ്ങോട്ട് പോയിരുന്നു. ഇപ്പോ എനിക്ക് 1.5 ലക്ഷം ഇങ്ങോട്ട് കിട്ടുന്നു. ദാറ്റ് മീൻസ് വാട്ട് ഈസ് മൈ ബെനിഫിറ്റ്? ടോട്ടൽ ബെനിഫിറ്റ് പറഞ്ഞേ, ഈ വേസ്റ്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ വേസ്റ്റിന്റെ ഡിസ്പോസൽ ഒഴിവാക്കിയിട്ട് ഞാൻ ഈ ഒരു ബിസിനസ് നടത്തുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജ് പറഞ്ഞാൽ എത്ര എമൗണ്ട് എക്സ്ട്രാ വരുന്നുണ്ട്? 1.5 ലക്ഷം ആണോ ബെനിഫിറ്റ്? അല്ല, ഈ 30,000 കൊടുക്കണ്ടല്ലോ അല്ലെ? യെസ്, അപ്പൊ ദിസ് 30,000 വിൽ ബി ട്രീറ്റഡ് ആസ് വാട്ട്? ഇൻഫ്ലോ. കാര്യം മനസ്സിലായോ? ഓക്കെ അല്ലേ? സോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഔട്ട്ഫ്ലോ, ഓപ്പർച്യൂണിറ്റി ബെനിഫിറ്റ് ഇൻഫ്ലോ. ഇത്രയും ഓക്കെ ആണോ? യെസ്, ക്ലിയർ ആണോടാ? ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് ലോസ് സെറ്റ് ഓഫ്, പിന്നെ സ്ക്രാപ്പ് വാല്യൂ നോക്കാം. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് 2 ഏരിയസ് ആണുള്ളത്. അത് ഇത്രേ ഉള്ളൂ. ഒന്ന് ലോസ് സെറ്റ് ഓഫ്. ലോസ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഫോർ എക്സാമ്പിളേ നിങ്ങളോട് പറയാണ് ഫസ്റ്റ് ഇയർ നിങ്ങൾ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ 1 lakh ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഡിപ്രിസിയേഷൻ വരുന്നത് ഒരു 2 lakh ആണ്. അപ്പൊ ഇത് കുറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 lakh റുപ്പീസിന്റെ പ്രോഫിറ്റ് വരും അല്ല, സോറി, 1 lakh റുപ്പീസിന്റെ ലോസ് വരും അല്ലെ? നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് ഒരു 3 lakh റുപ്പീസിന്റെ പ്രോഫിറ്റും, അതെ 3 lakh അല്ല, ഒരു 4 lakh റുപ്പീസിന്റെ പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ആൻഡ് ഡിപ്രിസിയേഷൻ ഇതേപോലെ 2 lakh. അപ്പൊ അവിടെ 2 lakhന് എന്ത് വരും? പ്രോഫിറ്റ് ബിഫോർ ആഫ്റ്റർ ഡിപ്രിസിയേഷൻ വരും. പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള പോയിന്റ് നോക്കാം. ക്വസ്റ്റ്യനില് അവര് പറയാണ് നിങ്ങൾ ഈ വർഷത്തെ ലോസിനെ അടുത്ത വർഷത്തെ പ്രോഫിറ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നു. ഓക്കെ, ലോസ് സെറ്റ് ഓഫ് വിത്ത് പ്രോഫിറ്റ് എന്ന് പറയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇയറിന്റെ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം? ഇവിടെ 1 lakh ഉണ്ടായിരുന്നു. ഓക്കെ, നെഗറ്റീവ് അല്ലെ? നിങ്ങൾക്ക് ഇവിടെ ടാക്സ് വരുമോ? അടുത്ത വർഷം സെറ്റിൽ ചെയ്യാൻ പോവാ, അപ്പൊ ടാക്സ് എന്തായാലും വരുന്നില്ല, 0 വരും. അപ്പൊ നിങ്ങൾ നെറ്റ് എന്ത് ചെയ്യും? 1 lakh ചെയ്യും. എന്നിട്ട് ആഡ് ബാക്ക് ഡിപ്രിസിയേഷൻ ചെയ്താൽ 2 lakh ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് 1 lakh. ഓക്കെ അല്ലേ? യെസ്. ഇനി നേരെ മറിച്ചിട്ട് ഇവിടത്തെ കേസ് ആലോചിക്കാം. ഇവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ഇസ് 2 lakh. ഓക്കെ, ഈ 2 lakhന്ന് നിങ്ങൾക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 lakhന്റെ മുകളിലാണോ കാൽക്കുലേറ്റ് ചെയ്യുക? അല്ല, ലോസ് സെറ്റ് ഓഫ് ചെയ്തിട്ടാണോ കാൽക്കുലേറ്റ് ചെയ്യുക? ലോസ് സെറ്റ് ഓഫ് ചെയ്യും അല്ലെ? അപ്പൊ 2 lakhന്ന് 1 lakh കുറച്ചിട്ട് സെപ്പറേറ്റ് കാൽക്കുലേഷൻ, ഇതൊരു സെപ്പറേറ്റ് കാൽക്കുലേഷൻ പോകും. ഒരു സ്റ്റാർ മാർക്കറ്റിൽ ചെയ്യേണ്ട സാധനമാണ്. ഓക്കെ, അപ്പൊ 2 lakhന്ന് നിങ്ങൾ 1 lakh കുറച്ചിട്ട് ടാക്സ് കാൽക്കുലേഷൻ 1 lakh നെറ്റിന്റെ മുകളിൽ 40% വരും. അപ്പോഴാണ് നിങ്ങൾക്ക് 40,000. അപ്പൊ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1,60,000
പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ദെൻ ആഡ് ബാക്ക് ഡിപ്രിസിയേഷൻ 3,60,000. കാര്യം മനസ്സിലായോ? ചെയ്യേണ്ട രീതി മനസ്സിലായോ? ലോസ് അടുത്ത വർഷം സെറ്റ് ഓഫ് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്? ഓക്കെ, ഒന്നുകൂടി പറയണോ? യെസ്, എന്തായിരുന്നു? പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ 1 lakh, ഡിപ്രിസിയേഷൻ 2 lakh പറഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് 1 ലക്ഷം വന്നു. ആ വർഷം ടാക്സ് ഉണ്ടോ? 0 അല്ലേ? അപ്പൊ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുമ്പോൾ -1 lakh, ആഡ് ബാക്ക് ഡിപ്രിസിയേഷൻ 1 lakh. ഇതാണ് CFAD 1 lakh. ക്ലിയർ ആണോ? യെസ്, ഫസ്റ്റ് ഇയറിന്റെ. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ഈ 4 lakh 2 lakh ഡിപ്രിസിയേഷൻ കുറച്ച് 2 lakh എത്തിച്ചു. ഇതൊക്കെ ആൻഡ് സെക്കൻഡ് ഇയറിലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 2 lakhന്റെ മുകളിലല്ല കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ വിൽ ബി കാൽക്കുലേറ്റിംഗ് ഓൺ 2 lakh - 1 lakh. സെപ്പറേറ്റ് 1 lakhന്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? 2 lakh - 1 lakhന്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യും 40%. അങ്ങനെ 40,000 കിട്ടി. സോ 40,000 ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ 1,60,000 എന്ത് വരും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരും. ഓക്കെ, സോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിന് കൂടെ യു ആഡ് ബാക്ക് ഡിപ്രിസിയേഷൻ, യു വിൽ ഗെറ്റ് 3,60,000. സമയം മനസ്സിലായോ? യെസ്. സോ ഇത് ഏത് കേസിലാ? നെക്സ്റ്റ് ഇയർ സെറ്റ് ഓഫ് ചെയ്യണം എന്ന് പറയുന്ന കേസ്. ഇനി ചില ക്വസ്റ്റ്യനിൽ അവർ ഒന്നും പറയില്ല കേട്ടോ. അതായത് സെറ്റ് ഓഫ് ചെയ്യണമെന്ന് പറയില്ല. ചിലപ്പോൾ അവർ പറയും ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റബിൾ ബിസിനസ്, അതായത് വേറെ ബിസിനസ് ഉണ്ടെങ്കിലേ നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യാൻ പറ്റും? ഈ വർഷം തന്നെ നമ്മുടെ ലോസിനെ സെറ്റ് ഓഫ് ചെയ്തൂടെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എനിക്ക് 2 ബിസിനസ് ഉണ്ട്, ഒരെണ്ണം ലോസ് ഒരെണ്ണം പ്രോഫിറ്റാ. അപ്പൊ എനിക്ക് ലോസ് ഉള്ള ബിസിനസ്സിനെ പ്രോഫിറ്റ് ഉള്ള ബിസിനസിന്റെ പ്രോഫിറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ സെറ്റ് ഓഫ് ഈ വർഷം തന്നെ ചെയ്തൂടെ? നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ നമ്മൾ ക്യാരി ഫോർവേഡ് അല്ലേ ചെയ്ത്? സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് പഠിച്ചല്ലേ? ഇവിടെ ക്യാരി ഫോർവേഡാണ് ചെയ്തത്. ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സെറ്റ് ഓഫ് ചെയ്താൽ മാത്രം മതി. ക്ലിയർ ആണോ? യെസ്. അപ്പൊ സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് എങ്ങനെ വരുന്നത് നോക്കാം. ഇപ്പൊ പ്രോഫിറ്റ് 1 lakh ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ആൻഡ് ഡിപ്രിസിയേഷൻ 2 lakh. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ, ആഫ്റ്റർ ഡിപ്രിസിയേഷൻ 1 lakh വന്നു. ഓക്കെ, ഇനി ശ്രദ്ധിച്ച ചെയ്യാം. ഇവിടെ നേരത്തെ നമ്മൾ ടാക്സ് 0 എന്നാ പറഞ്ഞത്. ഇവിടെ നമുക്ക് അങ്ങനെയല്ല എടുക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയോ? ക്വസ്റ്റ്യനിൽ ഒന്നും പറയാത്ത സാഹചര്യത്തിൽ ഈ മെത്തേഡ് വേണം ചെയ്യാൻ. അതായത് നിങ്ങൾക്ക് 1 lakhന്റെ ലോസ് വന്നെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഈ വർഷം വേറെ ബിസിനസ് ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾക്ക് അവിടുത്തെ പ്രോഫിറ്റ് കുറയൂലേ? കാരണം ഈ 1 lakh സെറ്റ് ചെയ്തൂടെ? അല്ലെ? ഈ വർഷത്തെ പ്രോഫിറ്റ് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ? ഇവിടെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജ്, നെക്സ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് കുറച്ചു, നെക്സ്റ്റ് ഇയറിൽ ടാക്സബിൾ പ്രോഫിറ്റ് കുറച്ചു അല്ലെ? ടാക്സബിൾ പ്രോഫിറ്റ് ആണ് ഈ 1 lakh. 2 lakh ആയിരുന്നു, പക്ഷെ ഇവിടെ 1 lakh കുറച്ചിട്ട് നമുക്ക് 1 lakh എത്തിച്ചു. അപ്പൊ നെക്സ്റ്റ് ഇയറിന്റെ ടാക്സബിൾ പ്രോഫിറ്റ് ആണ് നമ്മൾ കുറച്ച് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ. സെറ്റ് ഓഫ് ചെയ്യുമ്പോഴോ കറണ്ട് ഇയറിലെ തന്നെ ചെയ്തില്ലേ? കറണ്ട് ഇയറിലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് തന്നെ കുറക്കാൻ പറ്റി. അപ്പൊ കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് കുറയുമ്പോൾ ഈ 1 lakh കുറയുമ്പോൾ 1 lakhന്റെ മുകളിൽ ടാക്സ് കുറയൂലേ? മനസ്സിലായോ? യെസ്. അപ്പൊ ഇത്രയും ലോസ് വരുമ്പോൾ നമുക്ക് അത്രയും ടാക്സ് അഡ്വാൻറ്റേജ് വരും. അപ്പൊ ഈ വർഷം തന്നെ യു ഹാവ് ടു കൺസിഡർ ദ ടാക്സ് അഡ്വാൻറ്റേജ്. അങ്ങനെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 60,000 വരും. ആൻഡ് ആഡ് ബാക്ക് ഡിപ്രിസിയേഷൻ 2 lakh. സോ യു വിൽ ഗെറ്റ് റേറ്റ്. ഇവിടെ 1,40,000. സെക്കൻഡ് ഇയറിന്റെ കേസോ ഇതേപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ 2 ലക്ഷം ഉണ്ടായിരുന്നു, 4 ലക്ഷം ഉണ്ടായിരുന്നു. അതിന് 2 ലക്ഷം ഡിപ്രിസിയേഷൻ കുറച്ചു. സോ യു വിൽ ഗെറ്റ് 2 lakh. നെക്സ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ 80,000 ആണ് ടാക്സ്. 1,20,000 പ്ലസ് 2 lakh ആഡ് ബാക്ക് ചെയ്യുക, 3,20,000. ഓക്കെ, സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ? ഓക്കെ, ഇവിടെ 1 lakhും 3,60,000 ആണ്. ഇവിടെ 1,40,000 3,20,000. ടോട്ടലി സെയിം, 460, 460. ഓക്കെ, പക്ഷെ ടൈമിങ് വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ടൈമിങ് വ്യത്യാസമുണ്ട്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ഇയറിലേക്കാണോ അല്ല ഈ വർഷമാണോ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. സോ മോസ്റ്റ്ലി ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ദിസ് വൺ. ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യണം, അല്ല അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക, അങ്ങനത്തെ പരിപാടി ഒന്നും എടുക്കരുത്. നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ എന്ത് പറയുന്നുണ്ട്? പ്രോഫിറ്റബിൾ ബിസിനസ് ആണ് എന്ന അസംഷനിലാണ് പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾക്ക് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷത്തെ ടാക്സ് ബെനിഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇത്. ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ ഇല്ല,
പക്ഷെ ആർട്ടിപ്പിൽ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ട്വിസ്റ്റ് എക്സാമിന് ഇതൊക്കെയാണ്. കാരണം എക്സാമിന് എല്ലാ പ്രാവശ്യം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആണെങ്കിലും ഇവരെന്തെങ്കിലും ഒരു പുതിയ അഡീഷണൽ പോയിന്റ്സ് ഒക്കെ കൊണ്ടുവരാറുണ്ട് അല്ലെ. അപ്പൊ ആർട്ടിപ്പിലുള്ള സാധനം എടുത്ത് ഇങ്ങനെ കൊണ്ടുവരും. പിള്ളേർക്ക് ഒന്ന് ടെൻഷനാവും. ആ ടെൻഷൻ അടുപ്പിക്കുമ്പോൾ ഒരു സൈക്കിക് സുഖം വരും അല്ലെ. ഇതാണ് ഐസിയുടെ ഒരു രീതി. ആ ഒരു സൈക്കോ ആണ് ആൾക്കാർ. നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ഒരു അഡീഷണൽ കൊനിസ്റ്റ് കൊണ്ടുവരും. അപ്പൊ നമുക്ക് നോക്കാം. ലെറ്റ് സി സ്ക്രാപ്പ് വാല്യൂ എന്ത് ചെയ്യണമെന്ന് കേട്ടോ. പിന്നെ രണ്ട് കാര്യങ്ങൾ. ഡിപ്രിസിയേഷൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലെ. ഡിപ്രിസിയേഷൻ നമ്മൾ കുറച്ചിട്ട് വേണം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ, എന്നിട്ട് ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഇനി സ്ക്രാപ്പ് വാല്യൂ എന്ത് ചെയ്യണം എന്ന് നോക്കാം. ഓക്കെ, സോ ശ്രദ്ധിച്ചു കേട്ടോ. മോസ്റ്റ്ലി എക്സാമിന് സ്ക്രാപ്പ് വാല്യൂവിനെ പറ്റി വലിയ കാര്യങ്ങളൊന്നും പറയാറില്ല. അതായത് നിങ്ങളോട് പറയും, ഇപ്പോ ഒരു എക്സാമ്പിൾ എടുക്കാം. കോസ്റ്റ് ഓഫ് പ്രൊജക്ട് 20 lakh, സ്ക്രാപ്പ് 60,000. ഓക്കെ, അപ്പൊ നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 20 lakh മൈനസ് 60,000 എന്ന് പറഞ്ഞിട്ടൊക്കെ ഡിപ്രിസിയബിൾ ബേസ് എടുത്തിട്ടെ എന്നിട്ടല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 20 lakhന് 60,000 കുറച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നത്. 60,000 സ്ക്രാപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ ഇവിടെ നോക്ക്, സ്ക്രാപ്പ് വാല്യൂ കൺസിഡേർഡ് ആസ് ഇൻഫ്ലോ ഇൻ ദ nth ഇയർ. സോ നോർമലി നമുക്ക് ഈ 60,000 രൂപ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? ലാസ്റ്റ് ഇയറിലെ nth ഇയറിൽ സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ട് 60,000 എഴുതാം. ഓക്കെ ആണോ? ലാസ്റ്റ് ഇയറിന്റെ ക്യാഷ് ഫ്ലോ ആയിട്ട് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും? ഈ സ്ക്രാപ്പ് വാല്യൂനെ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ പല പല കേസ് ഉണ്ട്. ഇത് എന്തുകൊണ്ടൊക്കെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒന്ന് സ്ക്രാപ്പ് വാല്യൂ 60,000 ആണ് എന്ന് വിചാരിക്കും. വെറുതെ ക്വസ്റ്റ്യനിൽ പറയുന്നുള്ളൂ സ്ക്രാപ്പ് 60,000 മാത്രം. അപ്പൊ നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നതെന്ന് അറിയോ? ഈ സ്ക്രാപ്പിലുള്ള സാധനം, അതായത് നമുക്കൊരു അസറ്റ് സ്ക്രാപ്പായിട്ട് 60,000 വരുന്നുണ്ട്. അതിന്റെ അർത്ഥം 60,000 രൂപക്ക് നമുക്കിത് വിൽക്കാൻ പറ്റും എന്ന അസംഷനും കൂടി എടുക്കുക. മനസ്സിലായില്ല? നമ്മൾ പണ്ടേ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്, ഓക്കെ ഇതിനൊരു സ്ക്രാപ്പ് വാല്യൂ 60,000 ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ആ പ്രൊജക്ട് തീർന്നു കഴിഞ്ഞാൽ സ്ക്രാപ്പ് 60,000 ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ ഡിപ്രിഷിയേറ്റ് ചെയ്തത് ബാക്കിയുള്ള ഫിഗർ ഒക്കെ പോയി, അപ്പൊ 60,000 ആണ് സ്ക്രാപ്പ് വാല്യൂ ഉള്ളത്. നമ്മൾ 60,000 തന്നെ വിറ്റു എന്ന അസംഷൻ എടുക്കുകയാണ് ആ സാധനം. അപ്പൊ 60,000 അത് വിറ്റ് കഴിഞ്ഞാല് ഓക്കെ യു വിൽ ഗെറ്റ് ആൻ ഇൻഫ്ലോ അല്ലെ. 60,000 വിറ്റ് കഴിഞ്ഞാൽ 60,000 ഇൻഫ്ലോ എത്രയാണ്? മീൻസ് 60,000 ഇൻഫ്ലോ ആയിട്ടല്ലേ കൺസിഡർ ചെയ്യാം. ക്ലിയർ ആണ്? 60,000 സാധനം നിങ്ങൾ 60,000 വിറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്യാഷ് ഇൻഫ്ലോ എത്ര വരും? 60,000 വരും. കറക്റ്റ്. നിങ്ങൾക്ക് ഇവിടെ ലാഭം ഉണ്ടോ? 60,000 സാധനം 60,000 വിറ്റ ലാഭം ഉണ്ടോ? ഇല്ല, ലാഭമൊന്നുമില്ല. അപ്പൊ ടാക്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ നോർമൽ എല്ലാ ക്വസ്റ്റ്യനിലും ഇത് ചെയ്യാം. ക്ലിയർ ആണോ? ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? സ്ക്രാപ്പ് വാല്യൂ 60,000 തന്നാൽ നിങ്ങൾ ലാസ്റ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോ ആയിട്ട് എന്ത് കൺസിഡർ ചെയ്യും? 60,000 കൺസിഡർ ചെയ്യും. സോ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് ഇൻഫ്ലോ ഇൻ ദ nth ഇയർ. ഗുഡ്. ഇനി വാട്ട് അബൌട്ട് നെക്സ്റ്റ് പോയിന്റ്? ഓക്കെ, ഇനി ടാക്സ് വരുന്ന കേസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നോർമലി ഒരു ക്വസ്റ്റ്യനിൽ ഒന്നും വേണ്ടിയിട്ടില്ലെങ്കിൽ മിണ്ടാണ്ട് ഇത് ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ. ആദ്യത്തെ പോയിന്റ് ചെയ്തിട്ട് വന്നാൽ ഒന്നും ചെയ്യണ്ട. സ്ക്രാപ്പ് എടുക്കുക, വാല്യൂ ലാസ്റ്റ് ഇയർ ഇടാം, തീർക്കുക. പക്ഷെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അവർ പറയും നിങ്ങൾ ഡിപ്രിഷിയേറ്റ് ചെയ്തിട്ട് 20 ലക്ഷത്തിന്റെ സാധനം ഡിപ്രിസിയേഷൻ ഇങ്ങനെ കുറച്ച് ലാസ്റ്റ് ആകുമ്പോഴേക്കും 60,000 എത്തിച്ചു. ഓക്കെ അല്ലേ? അതായത് അതിന്റെ ബുക്ക് വാല്യൂ 60,000 എത്തിച്ചു. എന്നിട്ട് ഈ 60,000 സ്ക്രാപ്പ് വാല്യൂ ഉണ്ടല്ലോ ഞാൻ വിറ്റ്. ഓക്കെ, ഞാൻ ഡിപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ 60,000 എത്തിച്ചത്, പക്ഷെ അത് വിറ്റപ്പോൾ എനിക്ക് 1 ലക്ഷം കിട്ടിയെന്ന് വരും. യെസ്. അപ്പൊ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട പോയിന്റ്, എടാ 60,000 സാധനമല്ലേ 1 ലക്ഷത്തിന് വിറ്റത്? യെസ്. 60,000 സാധനം 1 ലക്ഷത്തിന് വിറ്റാൽ 40,000 പ്രോഫിറ്റ് അല്ലേ? ഓക്കെ ആണോ? യെസ്. 40,000 പ്രോഫിറ്റ് ആണെങ്കിലേ 40% ടാക്സ് ഉണ്ടെങ്കിൽ 16,000 രൂപ നിങ്ങൾ ടാക്സ് ആയിട്ട് കൊടുക്കണ്ടേ? 16,000 കയ്യിൽ നിന്ന് പോകും. അപ്പൊ നിങ്ങളിപ്പോ വിറ്റത് 1 ലക്ഷത്തിനാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ അപ്പോൾ 1 ലക്ഷം കയറി അല്ലെ. 1 ലക്ഷത്തിന് വിറ്റു, 60,000 സാധനം 1 ലക്ഷത്തിന് വിറ്റു, അപ്പൊ 1 ലക്ഷം വന്നു. പക്ഷേ 16,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് ആയിട്ട് പോവില്ലേ? ബിക്കോസ് ഓഫ് ദിസ്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഇയറിന്റെ ഓക്കെ ടാക്സ് ആയിട്ട് 16,000 കൂടി പോവാണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ എന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യുക. സോ നെറ്റ് ഇഫക്റ്റ് വരുമ്പോൾ
നിങ്ങൾ വിറ്റത് ഇയർ എൻഡിൽ 1 ലക്ഷത്തിന് വിറ്റു, ടാക്സ് അപ്പൊ തന്നെ അടക്കുന്നു എന്നുള്ള ഒരു അസംഷനിലാണ് പോകുന്നത്. അപ്പൊ തന്നെ അടക്കുന്നു. സോ നെക്സ്റ്റ് ലാസ്റ്റ് ഇയർ അല്ലേ, ഇയറിന്റെ എൻഡാണ്, അപ്പൊ തന്നെ നിങ്ങൾ ടാക്സ് അടക്കുന്നു എന്നുള്ള അസംഷനിലാണ് പോകുന്നത്. ഇയറിന്റെ എൻഡിലാണ്. സോ ക്യാഷ് ഫ്ലോ വിൽ ബി 84,000. മനസ്സിലായോ? 1 ലക്ഷം നിങ്ങൾക്ക് കിട്ടി, 16,000 ടാക്സ് പോയി, 84,000 വരും. ഇത്രയും ഓക്കെ ആണോ? ഈ 2 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ അല്ലടാ? യാ, ക്ലിയർ ആണ്, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത്. ഞാൻ ഇഫ് കോസ്റ്റ് ഓഫ് അസറ്റ് ഇസ് 1,80,000, ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു അസറ്റിന്റെ കോസ്റ്റ് 1,83,105 വിചാരിക്കും. ഓക്കെ, ഇവിടെ രണ്ടിൽ നമ്മൾ ചെയ്തപ്പോ എന്താ പറയാ, SLM ബേസിസിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഡിപ്രിസിയേഷൻ ഉണ്ടാവും. ഇവിടെ ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഡിപ്രിസിയേഷൻ 20% WDV മെത്തേഡാണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഡിപ്രിസിയേഷൻ 1,83,105 എന്ന് 20% വെച്ചിട്ട് ഒരു 3, 4, 5 വർഷത്തേക്ക് ഒന്ന് കുറച്ച് നോക്കിയേ, എത്ര വരുന്നതെന്ന് പറയാം. 4 വർഷം കുറച്ച് നോക്കിയേ, എത്ര കിട്ടുന്നത്? +20%, +20%, +20%, +20%. 4 വർഷം കുറച്ച് എത്ര കിട്ടും? 4 വർഷം കുറച്ച് എത്ര കിട്ടും? 75,000 ആണോ? 75,000. ശരി. അപ്പൊ 1,83,105 75,000. ഇനി ഒരു വർഷം കൂടി കുറച്ചാലേ 20%. 60,000 കിട്ടിയോ? ഓക്കെ. അപ്പൊ നിങ്ങൾ എന്താ അറിയോ, ഇതാ ഞാൻ, ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, ഇഫ് അസറ്റ് ഈസ് സോൾഡ് ആഫ്റ്റർ 5 years, ഓക്കെ, ഇഫ് അസറ്റ് ഈസ് സോൾഡ് ആഫ്റ്റർ 5 years ഫോർ 50,000, അതായത് ഈ ഒരു അസറ്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം 1,83,000 സാധനം നമ്മൾ 5 വർഷം കഴിയുമ്പോൾ സ്ക്രാപ്പ് എത്രയിലോട്ട് എത്തി? 60,000 എത്തി. ഓക്കെ, അപ്പൊ നോർമലി നമ്മൾ ഈ 60,000 സാധനം വിറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്നല്ല ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നോർമലി നിങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 60,000 സാധനം 60,000 വിറ്റു എന്ന് എടുക്കാം. ഓക്കെ, 60,000 സാധനം 1 ലക്ഷത്തിന് വിറ്റ ടാക്സ് ഇങ്ങനെ കൺസിഡർ ചെയ്യാം, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ സ്പെസിഫിക്കലി ഈ രീതിയിൽ അവർ ചോദിക്കാം. അതായത് ഈ 60,000 സാധനം 5 കൊല്ലം കഴിഞ്ഞിട്ടാകുമ്പോൾ ആണ് 60,000 വാല്യൂ ഉള്ളത്. അത് ഞാൻ 50,000 വിറ്റാൽ എന്താണ് 50 ഇയറിലെ ക്യാഷ് ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യുക? എന്താണ്? ഓക്കെ, ഒരു മിനിറ്റ്. എന്ത്? ഓക്കെ, സോ നിങ്ങൾ 60,000 സാധനം 50,000 വിറ്റു, അങ്ങനെയാണെങ്കിൽ എന്താ സിറ്റുവേഷൻ എന്നാ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ 3-4 കേസസ് ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, ടാക്സ് കൺസിഡർ ചെയ്യാത്ത കേസ്. ഓക്കെ, ടാക്സ് കൺസിഡർ ചെയ്യണം, പക്ഷെ നിങ്ങൾ ഇൻകം ടാക്സിൽ പഠിക്കുന്ന ബ്ലോക്ക് ഓഫ് അസറ്റ് കോൺസെപ്റ്റ് അല്ലേ, അത് കൺസിഡർ ചെയ്യേണ്ട. അതേപോലെ ബ്ലോക്ക് ഓഫ് അസറ്റ് കൺസിഡർ ചെയ്യണം. ഓക്കെ, ബ്ലോക്ക് ഓഫ് അസറ്റിൽ കൺസിഡർ ചെയ്യുമ്പോൾ അസറ്റ് ഇല്ല, അസറ്റ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള 4 കേസസ് ആയിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടാക്സ് തന്നിട്ടുണ്ട്, ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്ക് ഓഫ് അസറ്റിന്റെ കോൺസെപ്റ്റും കൂടി അറിയണം, എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇനി ഞാൻ നോക്കാം. ഇപ്പൊ ഹൗ വിൽ യു ആൻസർ? ഓക്കെ, ഹൗ വിൽ യുവർ ആൻസർ ചേഞ്ച് ഇഫ് ഇറ്റ് ഈസ് സോൾഡ് ഫോർ 90,000? 50,000 നോക്കി, ഈ 60,000 സാധനം 50,000 വിറ്റാൽ എന്താ സംഭവിക്കുക? ഇതേ 50,000 സാധനം 60,000 സാധനം, സോറി, സ്ക്രാപ്പ് 60 അല്ലേ, 60,000 സാധനം 90,000 വിറ്റാൽ എന്ത് സംഭവിക്കും? ഈ 2 കേസും ഇങ്ങനെയുള്ള 4 ഡിഫറെന്റ് സിറ്റുവേഷനിൽ നമ്മൾ പറയാൻ പോവാം. ഓക്കെ ആണോ? യെസ്. എക്സാമിന് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതെ 60,000 സാധനം എത്രയിനാണോ വിറ്റത് അത്രയിന് വിറ്റു എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. ഓക്കെ, 50,000 വിറ്റ് അപ്പൊ 50,000 ക്യാഷ് ഫ്ലോ, 60,000 വിറ്റ് 60,000 ക്യാഷ് ഫ്ലോ, 70,000 വിറ്റ് 70,000 ക്യാഷ് ഫ്ലോ. ഇഗ്നോർ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് അയച്ചാൽ തീർന്നു. ടെൻഷൻ അടിക്കരുത്. എന്ത് ചെയ്താൽ മതി, നേരെ എത്രയിനാണോ വിറ്റ് അത് ക്യാഷ് ഫ്ലോ ആയിട്ട് എടുക്കുക, ബാക്കി ടാക്സ് ഇഗ്നോർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടും. ഓക്കെ അല്ലേ? ഇപ്പൊ കോംപ്ലിക്കേഷൻ ഇല്ല. ടാക്സ് അറിയില്ല, അറിയുന്നുണ്ടെങ്കിൽ ടാക്സ് ചെയ്യായിരുന്നു, പക്ഷെ ടാക്സ് അറിയാൻ വിട്ട് ഒഴിവാക്കുക, അതൊരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ,
പക്ഷെ ടാക്സ് ചെയ്യണം എന്നുള്ള പോയിന്റോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പോയിന്റ്സ് പറയുകയാണെങ്കിൽ എന്ത് വരും നോക്കാം. ഇതാ വിത്തൗട്ട് കൺസിഡറിങ് ടാക്സ്. ഞാൻ ഓരോന്നായിട്ട് പറയാം, നോക്ക് മക്കളെ. യെസ്, ഇത് ഞാൻ നോട്ടിൽ ഫില്ല് ചെയ്തിട്ടില്ല, കാരണം ഇപ്പൊ നോട്ട് കാണുമ്പോൾ ഇപ്പൊ ഈ നോട്ട് ഉണ്ടല്ലോ, ലിങ്ക് നോട്ട് ഒരുപാട് സ്റ്റുഡൻസിലോട്ട് എത്തും എന്തായാലും. അപ്പോൾ ആ സ്റ്റുഡൻസ് ഒക്കെ ഡയറക്റ്റ്ലി നോട്ട് നോക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ചെയ്യണ്ട, കുറച്ച് വേണമെങ്കിൽ യൂട്യൂബും കൂടി നോക്കട്ടെ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ചെക്ക് എന്റെ യൂട്യൂബ് ചാനൽ ഫോർ ദിസ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത് നോട്ടിൽ ആൻസർ ഇല്ല, അപ്പൊ അവർക്ക് ആ PDF കിട്ടൂല ആൻസർ. അവർ കിട്ടണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വരണം. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാല്ലേ? ശരി. ഓക്കെ, അപ്പൊ സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ 5 years നോക്കാം അല്ലേ. പറ, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ. എടാ, സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാ? നോക്കി ഓക്കെ, ക്ലിക്ക് ക്ലിക്ക് ആണെന്നുണ്ടാ? ആകുന്നുണ്ടല്ലേ? സൂമിന്റെ സെഷൻ സ്ക്രീൻഷോട്ട് എടുത്തൂടെ? ഓക്കെ, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ, നോക്കാട്ടോ. സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ 5 years എന്താ പറയുന്നത്? സ്ക്രാപ്പ് വാല്യൂ 60,000 ഉണ്ട്, സെയിൽ വാല്യൂ എത്ര? 50,000. ഓക്കെ മക്കളെ, പറ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിത്തൗട്ട് കൺസിഡറിങ് ടാക്സ് അല്ലെ? വിത്തൗട്ട് കൺസിഡറിങ് ടാക്സ്. ടാക്സ് കൺസിഡർ ചെയ്യാതെ ചെയ്യാം. ടാക്സ് കൺസിഡർ ചെയ്യാതെ ചെയ്യണമെങ്കിൽ ആലോചിച്ച് നോക്കുക. 60,000 അല്ലേ ലാസ്റ്റ് ഡേയുള്ള വാല്യൂ? ആ, 60,000ത്തിന്റെ സാധനം നിങ്ങൾ 50,000ത്തിന് വിറ്റു. പ്രോഫിറ്റ് ഉണ്ടോ? അല്ല ലോസ് ആണോ? ലോസ്. എത്ര ലോസ്? 10,000 രൂപ അല്ലേ ലോസ്? ക്ലിയർ ആണോ? 10,000 rupees ലോസ് വരും. ഓക്കെ, 60,000ത്തിന്റെ സാധനം 90,000ത്തിന് വിറ്റാലോ? 30,000 രൂപ പ്രോഫിറ്റ് അല്ലേ? ശരി, ഇവരെന്താ പറഞ്ഞ? ടാക്സ് ഇഗ്നോർ എന്നല്ലേ പറഞ്ഞേ? ഇഗ്നോർ. അങ്ങനെയാണെങ്കിൽ ആ ഇയറിൽ 5th ഇയറിന്റെ ക്യാഷ് ഫ്ലോ ആയിട്ട് നിങ്ങൾ എന്താ കൺസിഡർ ചെയ്യുക? 60,000ത്തിന്റെ സാധനം 50,000ത്തിന് വിറ്റാൽ ക്യാഷ് ഫ്ലോ എത്രയാ മക്കളെ? 50,000 അല്ലേ? അതെ. 60,000ത്തിന്റെ സാധനം നിങ്ങൾ 90,000ത്തിന് വിറ്റാൽ അപ്പൊ ക്യാഷ് ഫ്ലോ എത്രയാ? ഇവിടെ ടാക്സ് ഉണ്ടോ? ഇല്ല. എത്രയാ വരുന്നത്? 90. ഓക്കെ ആണോ? ഈ പറഞ്ഞ പോയിന്റ് ഓക്കെ ആണോ? രണ്ടും ഓക്കെ അല്ലേ? 50,000 വിറ്റാലും 90,000 വിറ്റാലുള്ള കേസ് ഓക്കെ ആണോ? എസ് പറ, എസ് പറ. ആ, ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. ഇവര് പറയുന്ന ടാക്സ് കൺസിഡർ ചെയ്യാൻ പറയാണ്. എന്താണ് രണ്ടാമത്തെ കേസ്? കൺസിഡർ ടാക്സ്. ടാക്സ് കൺസിഡർ, പക്ഷേ നോട്ട് കൺസിഡറിങ് ബ്ലോക്ക് ഓഫ് അസെറ്റ് കോൺസെപ്റ്റ്. ടാക്സ് കാൽക്കുലേഷൻ കൺസിഡർ ചെയ്തോ, പക്ഷെ നിങ്ങൾ ഇൻകം ടാക്സിന്റെ ബ്ലോക്ക് ഓഫ് അസെറ്റ് കോൺസെപ്റ്റ് അതൊന്നും ചെക്ക് ചെയ്യണ്ട. അപ്പൊ ആ കേസിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് ഓഫ് ചിലപ്പോൾ ക്വസ്റ്റിൽ അവർ പറയും അവോയ്ഡ് ബ്ലോക്ക് ഓഫ് അസെറ്റ് കോൺസെപ്റ്റ് പറയും. സോ അങ്ങനെ പറയുമ്പോൾ അവരെന്താ പറയാൻ നോക്കാം. സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ 5 years 60,000 സാധനം 50,000 വിറ്റാൽ ഞാൻ പറഞ്ഞു ലോസ് വരുന്നുണ്ട് 10,000 രൂപ അല്ലെ? യെസ്. എടാ, ലോസ് 10,000 വന്നാല് നിങ്ങളെ ടാക്സ് പെർസെന്റേജ് 40% ഞാൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 40%. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറയാമോ? ടാക്സ് 40% ആണെങ്കിലേ എത്രയാണ് നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് ആണോ വരുന്നത്? ടാക്സ് കയ്യിൽ നിന്ന് പോവോ? 10,000 രൂപയുടെ ലോസ് വന്നാല് 4,000 രൂപയുടെ ടാക്സിന്റെ ബെനിഫിറ്റ് ഉണ്ടാവൂലേ? യെസ്, ക്ലിയർ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് 30,000 രൂപയുടെ പ്രോഫിറ്റ് വന്നാല് 12,000 രൂപയുടെ ടാക്സ് കയ്യിൽ നിന്ന് പോകൂലേ? ഓക്കെ ആണോ? 30,000 രൂപയുടെ പ്രോഫിറ്റ് വന്നാല് നിങ്ങൾക്ക് 12,000 രൂപ ടാക്സ് കയ്യിൽ നിന്ന് പോകും. ഓക്കെ, അപ്പൊ ഇനി നോക്കിയിട്ട് നിങ്ങൾ ഇതിന്റെ ക്യാഷ് ഫ്ലോ പറയാം. ഇവിടെ 50,000 നമുക്ക് കിട്ടി, 4,000 ക്യാഷ് ടാക്സ് ബെനിഫിറ്റും ഉണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ഇയറിൽ നമുക്ക് ടോട്ടൽ എത്ര ക്യാഷ് ഫ്ലോ വരുന്നത്? 54,000 ആണ്. ആ, അതേപോലെ രണ്ടാമത്തെ കേസിൽ 90,000 സെയിൽ ചെയ്തു,
12,000 ടാക്സ് ഉണ്ട് അല്ലേ? യെസ്. അപ്പൊ 90,000 എനിക്ക് അത് വിറ്റപ്പോ കിട്ടിയെങ്കിലും ഞാൻ 12,000 ടാക്സ് അടക്കണം. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് 12,000 പോയി. സോ എത്ര വരും? 78,000. ക്ലിയർ ആണോ? ഗുഡ്. സോ രണ്ട് കേസും ഓക്കെ ആണോ മക്കളെ? 54,000 78,000 ഇത് ഓക്കെ അല്ലേ? യാ. സോ ബൈ കൺസിഡറിങ് ടാക്സ്, ബൈ നോട്ട് കൺസിഡറിങ് ടാക്സ്, വിത്തൗട്ട് ബ്ലോക്ക് ഓഫ് അസറ്റ് കോൺസെപ്റ്റ്, ഇത്ര ഓക്കെയാണ്. യാ, ഇത് സെറ്റാ അല്ലേ? യാ. സോ ഇപ്പോൾ ഉള്ള സെഷനിലുള്ള ആൾക്കാർക്ക് യു ക്യാൻ ടേക്ക് സ്ക്രീൻഷോട്ട്, പ്രശ്നമില്ല. ഓക്കെ, അടുത്തത് ചെയ്യാം. യെസ്, അടുത്ത ഞാൻ ഇവിടെ ആൻസർ കൊടുത്തിട്ടില്ല, ബട്ട് ലെറ്റ് സി. എന്താ ശ്രദ്ധിക്കുക, നിങ്ങളോട് പറയുന്നത് ബ്ലോക്ക് ഓഫ് അസറ്റ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യാൻ പറയാം. ആ എടാ, ബ്ലോക്ക് ഓഫ് അസറ്റ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യമുണ്ട്. നിങ്ങൾ ഓപ്പണിംഗ് WDV പ്ലസ് അഡീഷൻ ലെസ് സെയിൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടൊക്കെ അല്ലേ എടുക്കുക. ആ ഇപ്പോ ഇത് എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കൂല. കാരണം എന്താ അറിയോ, ലാസ്റ്റ് ഇയർ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ 1,83,000 സാധനം അല്ലെ, നിങ്ങൾ ഫസ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ വരും ഇല്ലേ? ഫസ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ 20% എടുത്തിട്ടായിരിക്കും നിങ്ങൾ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുക. കറക്റ്റ്. സെക്കൻഡ് ഇയറും ഡിപ്രിസിയേഷൻ വരും അല്ലേ? യെസ്. തേർഡ് ഇയറും ഡിപ്രിസിയേഷൻ വരും, ഫോർത്ത് ഇയറും ഡിപ്രിസിയേഷൻ വരും. നിങ്ങൾ ഇതുവരെ എല്ലാം ശരിയല്ലേ? അല്ലെ, ഇതുവരെ ശരിയാണോ? 1,83,000 ഓരോ വർഷവും നിങ്ങൾ CFAT കണ്ടുപിടിക്കുമ്പോൾ മൈനസ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും എടുക്കും. 4 വർഷം എടുക്കും. ഓക്കെ, ബട്ട് 5ാമത്തെ കൊല്ലം ശ്രദ്ധിച്ച് ചെയ്യണം. 4 വർഷം കഴിയുമ്പോഴേക്കും വാല്യൂ 75,000 എത്തും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 1,83,105 സാധനം 4 വർഷം കഴിയുമ്പോഴേക്കും 20% കുറഞ്ഞിട്ടെ എല്ലാ വർഷം ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് 75,000 എത്തും. ഓക്കെ അല്ലേ? യെസ്. ഇനി ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. ഇത് 5th ഇയറിന്റെ ഓപ്പണിംഗ് WDV അല്ലേ എടുക്കേണ്ടത്? അവിടെ 60,000 പ്രസക്തി ഇല്ല. അവിടെ എന്തിനാണ് പ്രസക്തി? പറ. ഓക്കെ ആണോ മക്കളെ? മനസ്സിലായ? ഇത്ര ഓക്കെ ആണോ? ഓപ്പണിംഗ് WDV ഓഫ് ദാറ്റ് അസറ്റ്. ഓക്കെ, എപ്പോഴും ഓപ്പണിംഗ് WDV ആ? നമ്മൾ വിൽക്കുന്നത് 5ാമത്തെ കൊല്ലം അല്ലേ? അപ്പൊ 5ാമത്തെ കൊല്ലം എൻഡിലാ വിൽക്കുന്നതെങ്കിലും 5ാമത്തെ കൊല്ലത്തിന്റെ ബിഗിനിങ്ങിലുള്ള വാല്യൂ വെച്ചിട്ട് വേണം തുടങ്ങാൻ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ് പോയിന്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ 75,000 ആണ് ഓപ്പണിംഗിലുള്ളത്. 5th ഇയർ ബിഗിനിങ്ങിലുള്ള വാല്യൂ കിട്ടി. ആ 5th ഇയറിൽ നിങ്ങൾ പുതിയതായിട്ടൊന്നും വാങ്ങിക്കുന്നൊന്നുമില്ല, അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ല, അഡീഷൻസ് ഒന്നും ഇല്ല. മൈനസ് സെയിൽ വാല്യൂ. ഞാൻ 2 കേസ് കാണിക്കാം. ഞാൻ സെയിൽ വാല്യൂ കുറക്കാണ്. 50,000 ഉള്ള കേസും 90,000 ഉള്ള കേസ്. വി വിൽ ബി ഡിസ്കസിങ് ദിസ് വൺ. നോ അതർ അസറ്റ് ഇൻ ദ ബ്ലോക്ക്. അതായത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു മെഷീനറി ഇല്ലേ, ആ മെഷീനറി മാത്രമേ ആ ഒരു ബ്ലോക്ക് ഓഫ് അസറ്റിലുള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുക നോക്കാം. എടാ, 75,000 ഓപ്പണിംഗിലുണ്ട്. നിങ്ങൾ സെയിൽ ചെയ്യുന്നത് 50,000-ലാണ്. ഡിഫറൻസ് എത്ര വരും മക്കളെ? പറ. 75,000 സാധനം ഓപ്പണിംഗ് അല്ലെ, ആഡ് അഡീഷൻസ് മൈനസ് സെയിൽ വാല്യൂ എത്ര കിട്ടുന്നത്? 25,000 അല്ലേ? അല്ലെ? യെസ്. ഇവിടെയോ ഡിഫറൻസ് എത്രയാ വരുന്നത്? 15,000 അല്ലേ? ഇത്രയും ഓക്കെ ആണോ മക്കളെ? പറടാ. 25,000-ഉം 15,000 അല്ലേ വരുന്നത്? കറക്റ്റ്. പിന്നെ ആദ്യത്തെ കേസിൽ ആലോചിക്കേ, 75,000 സാധനം നിങ്ങൾ 50,000 കൊടുത്തപ്പോഴേ ഓക്കെ 25,000 നിങ്ങൾക്ക് നഷ്ടം വന്നു. കറക്റ്റ് അല്ലെ? ലോസ് വന്നേ. അതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്. ക്ലിയർ അല്ലേ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് മനസ്സിലായോ? ശരി. 2ാമത്തെ കേസിൽ 75,000 സാധനം 90,000 വിറ്റ്. അപ്പൊ 15,000 എക്സ്ട്രാ വന്നു. അപ്പൊ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ദിസ് ഹാപ്പൻസ് വെൻ നോ അതർ അസറ്റ് ഇൻ ദ ബ്ലോക്ക്. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ STCL ആവാം, STCG ആവാം. ഓക്കെ, നോ അതർ അസറ്റ് വരുന്ന സമയത്ത് STCL STCG വരും. അപ്പൊ ടാക്സ് ബെനിഫിറ്റ് ഒക്കെ നമുക്ക് നോക്കാം.
ഇവിടെ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് ലോസ് വരുന്നത് 25,000 ആണെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് അല്ലേ ഉണ്ടാവുക, അല്ലെ? 25,000ത്തിന്റെ ലോസ് വന്നാൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും. 40% ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 10,000 അല്ലേ? യാ, സോ ഹിയർ യു വിൽ ബി ഹാവിങ് ടാക്സ് ബെനിഫിറ്റ് ഫസ്റ്റത്തെ കേസിൽ. രണ്ടാമത്തെ കേസിൽ നിങ്ങൾക്ക് ടാക്സ് നോക്ക്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആകുമ്പോൾ നിങ്ങൾ ടാക്സ് അടക്കണം, അല്ലെ? യെസ്. അപ്പൊ എത്രയാ ടാക്സ് അടക്കേണ്ടി വരിക? 15,000 ഗെയിൻ ഉണ്ട്, അപ്പൊ അതിന്റെ മുകളിൽ ടാക്സ് അടക്കണം. എത്ര അടക്കണം? 6,000 അടക്കണം. കറക്റ്റ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇവിടെ രണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയാം. ആദ്യത്തെ കേസിൽ സെയിൽ 50,000, നിങ്ങൾക്ക് 50,000 ക്യാഷ് ആയിട്ട് കിട്ടി, സെയിൽ വാല്യൂ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ടാക്സിന്റെ ബെനിഫിറ്റ് 10,000 രൂപ കൂടി കിട്ടി. സോ ടോട്ടലി നിങ്ങളുടെ ക്യാഷ് ഫ്ലോ എത്ര വരിക? 60,000 അല്ലേ? കറക്റ്റ്. ഇനി രണ്ടാമത്തെ കേസിൽ നിങ്ങൾക്ക് 90,000 വിറ്റ്, ഇപ്പൊ 90,000 കിട്ടി. ഓക്കെ. ഇനി ടാക്സ് ആയിട്ട് നിങ്ങൾ 6,000 കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് എത്രയാ വരിക അവിടെ? 84,000 വരും. ക്ലിയർ ആണോ? യെസ്. അപ്പൊ സിറ്റുവേഷൻ ഇങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഇയർ nth ഇയറിലെ ക്യാഷ് ഫ്ലോ ആയിട്ട് യു വിൽ ബി കൺസിഡറിങ് 60,000 ആൻഡ് 84,000. സെറ്റ് അല്ലേ? മനസ്സിലായ? നോ അതർ അസറ്റ് ഇൻ ദ ബ്ലോക്ക് എന്ന് പറയാണ്. ബ്ലോക്ക് ഓഫ് അസറ്റ് ഫോളോ ചെയ്യണം ആൻഡ് നോ അതർ അസറ്റ് ഇൻ ദ ബ്ലോക്ക് എന്ന് പറയാണ്. സെറ്റ് അല്ലടാ? ഇവിടെ കണ്ടോ, ഓരോന്നിലും മാറുന്നുണ്ടോ? ഇവിടെ 50, 90, 54, 78, ഇവിടെ 60, 84. മൂന്ന് മൂന്ന് സെയിം ക്വസ്റ്റ്യൻ ബട്ട് ഡിഫറെന്റ് ഡിഫറെന്റ് രീതിയിലാണ് ചെയ്യുന്നത്. ഇത്ര ഓക്കെ ആണോ മക്കളെ? ഇത്ര ഓക്കെ ആണോ? പറ. ആ, ഇനി ഒരു ട്വിസ്റ്റ് പറയട്ടെ. ഇവിടെ അസറ്റ് ഉണ്ടോ? വിറ്റ് കഴിഞ്ഞില്ലേ? ഇവിടെ രണ്ടിൽ അസറ്റ് ബാക്കിയുണ്ടോ ഇനി? ഇല്ലല്ലോ, അസറ്റ് ഇല്ല. ആ, അസറ്റ് ഇല്ല എങ്കിൽ പറ. അസറ്റ് ഇല്ല എങ്കിൽ ലാസ്റ്റ് ഇയറിൽ ഡിപ്രിസിയേഷൻ വരുമോ? ഇല്ലല്ലോ. നിങ്ങളേ ഇതാ ഈ 1,83,000 ഞാനിപ്പോ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ 4 വർഷം 20% വെച്ചിട്ട് ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള ആൾക്കാരാ, അല്ലെ? CFAT കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഡിപ്രിസിയേഷൻ കൺസിഡേർഡാ. പക്ഷേ ലാസ്റ്റ് ഇയർ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ബ്ലോക്കിൽ അസറ്റ് ഇല്ല, അപ്പൊ അവിടെ ഡിപ്രിസിയേഷൻ വരൂല. ക്ലിയർ ആണോ? യെസ്. സോ ഈ കേസിൽ നോ ഡിപ്രിസിയേഷൻ ഇൻ ഫിഫ്ത് ഇയർ. മനസ്സിലായോ? ഈ രണ്ട് കേസിലും എന്തുണ്ടാവൂല? നോ ഡിപ്രിസിയേഷൻ ഇൻ ഫിഫ്ത് ഇയർ. സെറ്റ് അല്ലേ? പറഞ്ഞ മനസ്സിലായോ? വളരെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട സാധനമാണ്, അല്ലേ? ക്യാഷ് ഫ്ലോ ലാസ്റ്റ് ഇയർ കണ്ടുപിടിക്കുന്നു, പക്ഷെ അവിടെ ഡിപ്രിസിയേഷൻ ഇല്ല എന്ന്. സെറ്റ് അല്ലേ? നിങ്ങൾ ആനുവൽ CFAT കണ്ടുപിടിക്കുന്ന പോലെ അവിടെ സെയിൽ മൈനസ് അതൊക്കെ നെറ്റ് പ്രോഫിറ്റ് എന്ന് ആഡ് ബാക്ക് ഒക്കെ ചെയ്തിട്ട് ചെയ്യൂലേ? മനസ്സിലായോ? ആ, EAT കണ്ടുപിടിച്ചിട്ട് ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്തിട്ടൊക്കെ ചെയ്യൂലേ? അവിടെ ഡിപ്രിസിയേഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്താ ആഡ് ബാക്ക് ചെയ്യാം, അല്ലേ? സംഭവം പിടികിട്ടിയാ? ലോജിക് ഒക്കെ അല്ലേ? ഗുഡ്. അടുത്തലോട്ട് പോവാ. എടാ ഇത് ഓക്കെ അല്ലേ? ഒന്ന് പറ. ഓക്കെ. ഇനി അടുത്തത് അതർ അസറ്റ് ഇൻ ദ ബ്ലോക്കാ. അതായത് ബ്ലോക്ക് ഓഫ് അസറ്റ് മെത്തേഡ് ഫോളോ ചെയ്യാൻ പറയും. പക്ഷെ നിങ്ങളോട് പറയുന്നത് ഈ അസറ്റ് വിറ്റാ പോലും പ്രശ്നമില്ല, വേറെ അസറ്റുകൾ ഉണ്ട്. ഓക്കെ, വേറെ അസറ്റ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ വേറെ അസറ്റ് അവിടെ ബ്ലോക്കിലുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക നോക്കാം. പറ. നിങ്ങൾ ഇതേ സിറ്റുവേഷൻ ആയിരിക്കും. 75,000 ഓപ്പണിംഗ് WDV ആണ് ഈ ഒരു അസറ്റിന്റെ ഉള്ളത്, അല്ലെ? നമ്മൾ പറയുന്ന, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു പ്രൊജക്ടിന്റെ വാല്യൂ ആണ് 75,000 എന്ന് പറയുന്നത്, അല്ലെ? ആ ഒരു മെഷീനറി ആണെങ്കിൽ ആ ഒരു അസറ്റിന്റെ വാല്യൂ. സെയിൽ വാല്യൂ എത്രയാ? 50,000. അപ്പൊ ഇവിടെ 25,000 വരും. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇതെന്താ സംഭവിക്കുന്നത്?
ഓൾറെഡി ആലോചിച്ച് നോക്ക്, ഓൾറെഡി കുറെ അസറ്റ് ഉള്ള ഒരു ബ്ലോക്ക് അല്ലേ ഓൾറെഡി അസറ്റ് ഉണ്ട്. നമ്മൾ ഈ പ്രൊജക്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നത്, എന്നാലും ഓൾറെഡി അസറ്റ് ഉണ്ട്. യെസ്, ഈ ഒരു 75,000 സാധനം 50,000 വിറ്റാല് 25,000 ഇവിടെ പോസിറ്റീവ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താ സംഭവിക്കുക? അസറ്റിന്റെ വാല്യൂ, ബ്ലോക്കിന്റെ വാല്യൂ കൂടുവോ കുറയോ? ആലോചിച്ച് പറ. ബ്ലോക്കിന്റെ വാല്യൂ എന്താവും? ഇവിടെ വേറെ അസറ്റ് ഇല്ല, ഇവിടെ ബ്ലോക്കില് വേറെ അസറ്റ് ഉണ്ടാകുമ്പോ ആ അസറ്റിനല്ലേ ഈ വാല്യൂ കയറുക. ഡിക്രീസ് ആണോ? ആലോചിച്ചു ആലോചിച്ചു. വേറെ അസറ്റ് ഉണ്ട്, സീറോ വാല്യൂ അസറ്റ്. ഈ അസറ്റിന് 75,000 ഉണ്ടായിരുന്നു, 50,000 വിറ്റു, ബാക്കി 25,000 അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ 25,000 എന്തിലേക്ക് കയറും? ബാക്കിയുള്ള അസറ്റിന്റെ വാല്യൂ ആയിട്ട് എടുക്കുക അല്ലെ അനന്തേ? കാര്യം മനസ്സിലായോ? 75,000 ഓപ്പണിംഗിന് ഉണ്ടായിരുന്നു, 50,000 കുറച്ചു. ഓക്കെ, സോ വേറെ അസറ്റ് ഒക്കെ ഉണ്ട്. സോ അസറ്റ് സീറോ ആണ്, ബാക്കിയുള്ള അസറ്റ് സീറോ വാല്യൂ എന്നാണ് വിചാരിച്ചോ. സീറോ ആയിക്കോട്ടെ, വാട്ട് എവർ വാല്യൂ ആയിക്കോട്ടെ, സീറോ തന്നെ വിചാരിക്കും. ആ, അപ്പൊ ഈ ഒരു അസറ്റ് 75,000 50,000 കുറക്കുമ്പോൾ ആ ബ്ലോക്കിന് മൊത്തം വാല്യൂ 25,000 എത്തി. അല്ല, ബ്ലോക്കിന്റെ വാല്യൂ 25,000 എത്തി. യെസ്. അപ്പൊ ഇനി അപ്പൊ ഈ ഇതെന്താ സംഭവിക്കുക? അസറ്റ് ഇൻക്രീസ് ആ, 25,000 അസറ്റ് ഇൻക്രീസ് വരും. അസറ്റ് 25,000 കൂടിയാൽ ഡിപ്രിസിയേഷൻ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ ഇവിടെ ക്വസ്റ്റ്യനിൽ എത്രയാ പറഞ്ഞത്? 20% പറഞ്ഞിട്ടുണ്ട് അല്ലെ? 20% WDB മെത്തേഡ് ആയിരുന്നു നമ്മൾ എടുത്തത്. ആ, അപ്പൊ അസറ്റ് 25,000 കൂടുമ്പോഴേ ഡിപ്രിസിയേഷൻ ആ വർഷം എന്തിന്റെ മുകളിലാണ് കാൽക്കുലേറ്റഡ് ആവുക? ഈ 25,000 അസറ്റ് കൂടുമ്പോൾ 25,000 മുകളിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? യെസ്. എത്ര വരും ഡിപ്രിസിയേഷൻ? ഡിപ്രിസിയേഷൻ എത്ര കാൽക്കുലേറ്റ് ചെയ്യും? 20% ഡിപ്രിസിയേഷൻ ആണല്ലേ നമ്മൾ എടുത്തുകൊണ്ടായിരുന്നത്. ശരി. സോ ദാറ്റ് ഇയർ ദ ഡിപ്രിസിയേഷൻ വിൽ ബി 5,000. ഡിപ്രിസിയേഷൻ കൂടുവോ കുറയോ? അസറ്റിന്റെ വാല്യൂ കൂടിയതാ. അസറ്റിന്റെ വാല്യൂ കൂടിയത് കൊണ്ട് ഡിപ്രിസിയേഷൻ കൂടുതലേ ഉള്ളൂ അല്ലെ? അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ അത്രയും വരുന്നുണ്ട്. മനസ്സിലായോ? യെസ്. ബ്ലോക്കിൽ അസറ്റ് ഇല്ലെങ്കിൽ ഡിപ്രിസിയേഷനേ ഇല്ല. കണ്ടോ, നോക്കണേ, ബ്ലോക്കിൽ അസറ്റ് ഇല്ലെങ്കിൽ ഡിപ്രിസിയേഷനേ ഇല്ല, ഫുള്ളി ലോസ് ആയി. റൈറ്റ്. പക്ഷെ ഇവിടെ നമുക്ക് അസറ്റിന്റെ വാല്യൂ കയറിയത് കൊണ്ട് ഡിപ്രിസിയേഷൻ വരും 5,000. ഡിപ്രിസിയേഷൻ 5,000 കൂടിയാൽ പ്രോഫിറ്റ് എന്ത് സംഭവിക്കും? പറ. കുറയൂലേ? കുറയും. യെസ്. സെറ്റ് അല്ലേ? ആ, സെറ്റാണോ? യെസ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ പ്രോഫിറ്റിന്റെ മുകളിൽ നിങ്ങൾക്ക് 5,000 പ്രോഫിറ്റ് കുറഞ്ഞു എന്ന് വിചാരിക്കും. 5,000 പ്രോഫിറ്റ് കുറഞ്ഞാല് ടാക്സ് കുറയോ കൂടോ? 5,000 പ്രോഫിറ്റ് കുറഞ്ഞു, പ്രോഫിറ്റ് കുറഞ്ഞാൽ ടാക്സ് ഉണ്ടോ? കുറയൂലേ? ഇവിടെ ഡിപ്രിസിയേഷൻ കൂടി. ശരി, ഡിപ്രിസിയേഷൻ കൂടുമ്പോൾ പ്രോഫിറ്റ് കുറഞ്ഞു. ഓക്കെ, പ്രോഫിറ്റ് കുറഞ്ഞാല് ടാക്സ് ബെനിഫിറ്റ് അല്ലേ വരും? യെസ്. എത്ര ടാക്സ് ബെനിഫിറ്റ് വരും? എത്ര ടാക്സ് ബെനിഫിറ്റ് വരും? പറ മക്കളെ. എടാ, നിങ്ങളെ പ്രോഫിറ്റ് 5,000 കുറഞ്ഞില്ലേ? പ്രോഫിറ്റ് 5,000 കുറയുമ്പോൾ നിങ്ങൾ 5,000 മുകളിലുള്ള ടാക്സ് അടക്കണ്ട, 40% അല്ലേ, 2,000 വരും. ഓക്കെ, ക്ലിയർ ആണോ? 2,000 ടാക്സ് ബെനിഫിറ്റാ. സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇനി ആലോചിച്ച് നോക്ക്, നിങ്ങൾ 50,000 70,000 സാധനം 50,000 വിറ്റു, അപ്പൊ 50,000 കിട്ടി. അതിന്റെ കാരണം ഇവിടെ ഡിപ്രിസിയേഷൻ കൂടി. ഡിപ്രിസിയേഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടാക്സ് ബെനിഫിറ്റ് കയറി വന്ന്, സോ അങ്ങനെ ക്യാഷ് ഫ്ലോ ഫോർ ദാറ്റ് ഇയർ വിൽ ബി എത്ര വരും? 52,000. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ കേസിൽ ആലോചിച്ച് നോക്ക്, ഇവിടെ 90,000 ഉണ്ട്. ആ, അപ്പൊ 15,000 നെഗറ്റീവ് വരുമ്പോ അസറ്റിന്റെ വാല്യൂ 15,000 കുറയും അല്ലെ? 75,000 സാധനം 90,000 വിറ്റാല്
അസറ്റിന്റെ വാല്യൂ എന്തായി? വേറെ അസറ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? വേറെ അസറ്റ് ഉണ്ട്. ഓക്കെ, സോ വേറെ അസറ്റിന്റെ വാല്യൂ എന്താവും? 15,000 കുറയും. യെസ്, 15,000 അസറ്റിന്റെ വാല്യൂ കുറഞ്ഞാൽ ഡിപ്രീസിയേഷൻ എന്താ സംഭവിക്കുക? കുറയണ്ടേ? നോർമലി ഉള്ള ഡിപ്രീസിയേഷനെക്കാളും. യെസ്, ഡിപ്രീസിയേഷൻ എത്ര കുറയും? അല്ലെ, ആലോചിച്ച് നോക്കി, ഡിപ്രീസിയേഷൻ എത്ര കുറയും മക്കളെ? 30,000 അല്ലെ? യെസ്, ഡിപ്രീസിയേഷൻ 3,000 കുറയൂലേ? സാധാരണ ഉണ്ടാവുന്ന ഡിപ്രീസിയേഷനേക്കാളും നമ്മൾ നോക്കുമ്പോൾ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യും? 3,000 കുറയും. ഇത്ര ഓക്കെ ആണോ? യെസ്, ഡിപ്രീസിയേഷൻ 3,000 കുറഞ്ഞാൽ പ്രോഫിറ്റ് എന്താവും? 3,000 കയറും അല്ലെ? ആ പ്രോഫിറ്റ് 3,000 കയറിയാൽ ടാക്സ് എത്ര വരും? പ്രോഫിറ്റ് 3,000 കൂടിയാൽ ടാക്സ് എത്ര വരും? 1,200 ടാക്സ് ഔട്ട്ഫ്ലോ കൊടുക്കണ്ടേ? ശരി, ഇനി ഇവിടെ നോക്ക്, 90,000 രൂപയാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്തിട്ട് കിട്ടിയ പൈസ. ആ പക്ഷെ അവിടെ ഉണ്ടാവുന്ന ഡിപ്രിസിയേഷന്റെ കുറവ് കാരണം പ്രോഫിറ്റ് കൂടുകയും ചെയ്യും. അത് കാരണം ഉണ്ടാവുന്ന ടാക്സ് കൊടുക്കണം 1,200. സോ നെറ്റ് ഔട്ട്ഫ്ലോ എത്രയാ? 88,800. ഓക്കെ ആണോ? മനസ്സിലായോ? 88,800 വരും അല്ലെ? 1,200. 2,000 അല്ല. ക്ലിയർ ആണോ? യെസ് 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 യെസ്, സെറ്റല്ലേ മക്കളെ? ഓക്കെ, ഗുഡ്. ഇത്രയും ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നോക്ക്, നോ അതർ അസറ്റ് വരുമ്പോൾ ലാസ്റ്റ് ഇയറിൽ നിങ്ങൾ CFAT കണ്ടുപിടിക്കുക, ഡിപ്രിസിയേഷൻ നോട്ട് അറ്റ് ഓൾ കൺസിഡേർഡ് അല്ലേ? അല്ലേ? Yeah. പക്ഷെ അതർ അസറ്റ് ഉണ്ടാകുമ്പോൾ ലാസ്റ്റ് ഇയറിൽ ഡിപ്രിസിയേഷൻ വരും, പക്ഷെ അതിന്റെ ഇമ്പാക്ട് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത്. സോ നിങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴേ പറയാം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലുമൊക്കെയാണ് ചോദിക്കുന്നത്, നോ അതർ അസറ്റോ അതർ അസറ്റോ എന്നൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണോ, സാധാരണഗതിയിൽ CFAT കണ്ടുപിടിക്കുന്ന പോലെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ വരെ കണ്ടുപിടിക്കുക. അതായത് അപ് ടു ഫോർത്ത് ഇയർ വരെ നിങ്ങൾ സാധാരണഗതിയിൽ ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ അവർ എന്തൊക്കെയാ, സെയില്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തരൂലേ? അപ്പൊ അതേപോലെ നിങ്ങൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് CFAT വരെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഏതൊക്കെ ഇയറിൽ കൊടുക്കണം? ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും കൊടുക്കുക. ഓക്കെ, ഫിഫ്ത്ത് ഇയറിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇല്ലേ, ഫിഫ്ത്ത് ഇയറിന്റെ CFAT കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഏതിലും ഡിപ്രിസിയേഷൻ കൺസിഡർ ചെയ്യേണ്ട. കാരണം നമ്മൾ ഡിപ്രിസിയേഷന്റെ പാർട്ടി ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഓൾറെഡി 52,000 ഒക്കെ അല്ലെ? സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരെ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരെ ഡിപ്രിസിയേഷൻ ഇല്ലാതെ തന്നെ ടാക്സ് ചെയ്യാം. മനസ്സിലായോ? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷൻ ഉണ്ട്. അപ്പൊ അവിടെ ഡിപ്രിസിയേഷൻ നോട്ട് അറ്റ് ഓൾ കൺസിഡേർഡ്, എന്നിട്ട് നിങ്ങൾ ടാക്സ് കൺസിഡർ ചെയ്തിട്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, എന്നിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഓക്കെ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റഡേ ചെയ്യണ്ട. മനസ്സിലായില്ലേ? യെസ്, അവിടെ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന ആ വാല്യൂ എടുക്കുക. ഓക്കെ, സോ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷൻ അത്രയും മാത്രം, ഡിപ്രിസിയേഷന്റെ പാർട്ട് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, എന്നിട്ട് ഈ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ആ 50,000 ആ ഡിപ്രിസിയേഷന്റെ ഇമ്പാക്ട് ഇവിടെ കൊണ്ടുവരുന്ന പോലെ ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, 50,000 90,000 സാധാരണ പോലെ എഴുതാം. ഓക്കെ, ഈ 2,000ന്റെയും ഈ 1,200ന്റെയും ഇമ്പാക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫിഫ്ത്ത് ഇയറിന്റെ കാൽക്കുലേഷൻ ഇവിടെ സെപ്പറേറ്റ് ചെയ്താൽ മതി. അതായത് സപ്പോസ് നിങ്ങളോട് പറയുന്നത് ഫിഫ്ത്ത് ഇയർ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷൻ ഈസ് ഒരു 50,000 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ടാക്സ് കുറച്ചു, ടാക്സ് 40% കുറച്ചാൽ 20,000 കുറഞ്ഞിട്ട് 30,000 വരും. ഓക്കെ, അപ്പൊ അത് എടുക്കും. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞു ഫിഫ്ത്ത് ഇയറിൽ നിങ്ങൾ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത പോലെ ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 52,000 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 52,000 എടുത്തോളൂ.
സോ അങ്ങനെ ടോട്ടലായിട്ട് ലാസ്റ്റ് ഇയറിൽ വരുമ്പോൾ 82,000 വന്ന്. ഓക്കെ, ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ഡിപ്രീസിയേഷൻ ഈസ് 50,000 ഉണ്ട്. നിങ്ങൾ ഇവിടെ ഈ കൺസിഡർ ചെയ്ത ഡിപ്രീസിയേഷന്റെ പാർട്ടില്ലേ 5,000, ആ 5,000 ഇവിടെ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇവിടെ 5,000 കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ 45,000 വരും. ഓക്കെ, എന്നിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 45,000ന്റെ മുകളിൽ 40% എന്ന് പറയുമ്പോൾ എത്ര വരിക? 18,000 വരും. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ 27,000 കയറും അല്ലെ? അല്ലെ? ഓക്കെ, 27,000 അല്ലേ വരുന്നത്? യെസ്. എന്നിട്ട് ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. ആഡ് ഡിപ്രിസിയേഷൻ സാധാരണ നിങ്ങൾ ചെയ്യുന്ന പരിപാടി. അപ്പൊ എന്ത് കിട്ടി? 32,000 കിട്ടിയില്ലേ? ഓക്കെ ആണോ? 32,000 കിട്ടി. ആ, അപ്പൊ ഇവിടെ സിറ്റുവേഷൻ നോക്കിയാ മനസ്സിലാവും. ശ്രദ്ധിച്ചോ മക്കളെ. ഈ ക്വസ്റ്റിൽ ഞാൻ ഇവിടെ ഡിപ്രിസിയേഷൻ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് ഇവിടെ 30 എഴുതി. പക്ഷെ ഇവിടെ എന്താ വന്നേ? 32,000. ആ 2,000ത്തിന്റെ ചേഞ്ച് ഇല്ലേ? ആ 2,000ത്തിന്റെ ചേഞ്ച് ഇവിടെ തന്നെ വന്നില്ലേ? കണ്ടോ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ക്രാപ്പിന്റെ മീൻസ് ലാസ്റ്റ് ആ സെയിൽ വാല്യൂ എന്ന് പറഞ്ഞിട്ട് വെറും മാത്രം എഴുതാം, 50,000 എഴുതാം. സോ 82,000 തന്നെ കിട്ടും. ഈ കേസിലും 82,000, ഈ കേസിൽ 82,000. എങ്ങനെ ചെയ്താലും എന്താ കിട്ടുന്നുള്ളൂ? 82,000 കിട്ടുന്നുള്ളൂ. കൺസെപ്റ്റ് ഓക്കെ ആണോ? യെസ്. ഒന്നെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് 50,000 മാത്രം എഴുതി വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ ഇവിടെ കൺസിഡർ ചെയ്യാതെ നിങ്ങൾ കണ്ടുപിടിക്കും. സോ എന്തായാലും ആൻസർ കിട്ടുമ്പോൾ കിട്ടണം 82,000 തന്നെ കിട്ടണം. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആണ് CFAT കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ ഡിപ്രിസിയേഷൻ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ സംഭവിക്കുക അറിയോ? നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ CFAT കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ ഡിപ്രിസിയേഷന്റെ കോളത്തിൽ ഫിഗർ ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഫിഫ്ത് ഇയർ കണ്ടുപിടിക്കുമ്പോൾ എന്തില്ല? ഡിപ്രിസിയേഷന് ഫിഗർ ഇല്ല. അങ്ങനെ മനസ്സിലായ? യെസ്. അവിടെ നിങ്ങൾ ഫിഫ്ത് ഇയറിൽ ഡിപ്രിസിയേഷൻ എടുക്കുവാണെങ്കിൽ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ 50,000, 90,000 മാത്രം എടുത്താൽ. അപ്പൊ ഇവിടെ കോംപ്ലിക്കേഷൻ ഇല്ല. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ജസ്റ്റ് ഇത്രേ പരിപാടി ഉണ്ടാവുള്ളൂ. ഈ ഫിഗേഴ്സ് മാത്രം എടുക്കുക. ജസ്റ്റ് ഈ ഫിഗേഴ്സ് മാത്രം ഫിഫ്ത് ഇയറിന്റെ ക്യാഷ് ഫ്ലോ ആയിട്ട് എടുക്കുക. ഈ ഡിപ്രിസിയേഷന്റെ ഇമ്പാക്ട് എവിടെ കയറി വരും? അവിടെ നിങ്ങൾ എന്താ പറയാ, CFAT കണ്ടുപിടിക്കുന്ന സമയത്ത് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു ഇമ്പാക്ട് അവിടെ കയറി വരും. ഓക്കെ, ഏതാന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ടൈമിൽ കംഫർട്ടബിൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. സെറ്റ് അല്ലേ? മതിയായോ? മനസ്സിലായോ? ലാസ്റ്റ് ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇത് വേണേൽ സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് ചെറിയ പോയിന്റ് കൂടി പറയാനുള്ളൂ. അതായത് ചില ക്വസ്റ്റ്യനിൽ റീപ്ലേസ്മെന്റ് ഡിസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾ എന്തായാലും റീപ്ലേസ്മെന്റ് ഡിസിഷൻ ക്വസ്റ്റ്യൻ നോക്കണം. കഴിഞ്ഞതിന്റെ മുന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എക്സാമിന് ജസ്റ്റ് തലേന്ന് പറഞ്ഞാൽ അത് വരും എന്നുള്ളത്. പക്ഷെ ഇപ്രാവശ്യം അതല്ല. ഇപ്രാവശ്യം ഏതാ ചോദിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. സോ മോസ്റ്റ്ലി ഇക്വാലന്റ് അനലൈസ് ക്രൈറ്റീരിയ അതൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് സ്പെസിഫിക്കലി ഉണ്ടെങ്കിൽ നോക്കാം. ഞാനിപ്പോ പറഞ്ഞ സ്ക്രാപ്പിന്റെ രീതി ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സ്ക്രാപ്പിൽ ബ്ലോക്ക് ഓഫ് എസെറ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉള്ളത് കണ്ടിട്ടുണ്ട്. കാരണം റീസെന്റ് ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല, ഒരു RTPയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങൾ പെട്ടെന്ന് സഡൻ ചോദിക്കാറുണ്ട്. അപ്പോഴാണ് എക്സാമിന് ടഫ് എന്ന് പറഞ്ഞിട്ട് പിള്ളേർ വരുന്നത് കേട്ടോ. ഇതൊക്കെ ചെയ്യാത്തവർക്ക്, മീൻസ് ഇതൊക്കെ ക്ലാസ്സിൽ കേൾക്കാത്തവർക്ക് അത് ചെയ്യാൻ പറ്റണമെന്നില്ല. ലാസ്റ്റ് മിസ്സിങ് വരും. ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് ക്യാഷ് ഫ്ലോ മിസ്സായാൽ പിന്നെ ഫുൾ NPV തെറ്റും, എല്ലാം തെറ്റൂലേ? ക്യാഷ് ഫ്ലോ ഒന്ന് തെറ്റിയെല്ലാം പോയി കേട്ടോ. സോ ലാസ്റ്റ്ലി വിൽ ഡിസ്കസ് റീപ്ലേസ്മെന്റ് ഡിസിഷൻ കേട്ടോ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ചെറിയൊരു പോയിന്റാ. റീപ്ലേസ്മെന്റ് ഡിസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. വായിച്ചു നോക്കാം. ഇഫ് എക്സിസ്റ്റിംഗ് മെഷീൻ ഈസ് ഫുള്ളി ഡിപ്രിഷിയേറ്റഡ്, അതായത് നമുക്കിപ്പോൾ ഒരു മെഷീൻ ഉണ്ട്, ഫുള്ളി ഡിപ്രിഷിയേറ്റഡ്, വാല്യൂ 0, അതിന് 1,00,000 രൂപ വാല്യൂ ഉണ്ട്. ഓക്കെ അല്ലേ? അതായത് മാർക്കറ്റ് വാല്യൂ 1,00,000 ഉണ്ട്. ഡിപ്രിസിയേഷൻ ബുക്കിൽ നോക്കുമ്പോൾ ഡിപ്രിഷിയേറ്റഡ് ആണ്. ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫുള്ളി ഡിപ്രിഷിയേറ്റഡ് ആണ്, 0. അപ്പൊ അതിന് മാർക്കറ്റ് വാല്യൂ 1,00,000 ഉണ്ട്. പുതിയ മെഷീൻ നിങ്ങൾ വാങ്ങിക്കാൻ പോകാൻ 4,00,000, ടാക്സ് 40%. അപ്പൊ ഈ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യാന്നുള്ളത് നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. SLM മെത്തേഡ് ആണോ WDV മെത്തേഡ് ആണോ നോക്കണം കേട്ടോ. SLM ആണോ WDV ആണോ? കാരണം SLM നിങ്ങൾ ബ്ലോക്ക് ഓഫ് എസെറ്റ് ഫോളോ ചെയ്യാറില്ല. WDV യിലാണ് ബ്ലോക്ക് ഓഫ് എസെറ്റ് ഫോളോ ചെയ്യുക.
ഓക്കെ. സോ SLM-ല് ടാക്സ് ഓൺ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 1,00,000 ഇൻറ്റു 40,000, കാരണം 40%. കാരണം എന്താ, നിങ്ങൾ 0 റുപ്പീസിന്റെ സാധനം 1,00,000 മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ അത് വിറ്റു. ശരിക്കും എന്താ പറയുക സംഭവിക്കുന്നത്, ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾ 0 റുപ്പീസിന്റെ സാധനം, ഓക്കെ, അന്ന് മാർക്കറ്റ് വാല്യൂ 1,00,000 ഉണ്ടെന്ന് പറയുന്നത്. പുതിയ മെഷീൻ വാങ്ങിക്കാൻ 4,00,000 രൂപ ചെലവുണ്ട്. അപ്പൊ അവർ പറയാണ് പഴയത് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തോ, ആ മാർക്കറ്റ് വാല്യൂ 1,00,000 തരാം, നിങ്ങൾക്ക് 3,50,000 രൂപ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1,00,000 നമുക്ക് 4,00,000 സാധനം വാങ്ങിക്കുമ്പോൾ പഴയ ഐറ്റം കൊടുത്തുകൊണ്ട് 1,00,000 ബെനിഫിറ്റ് കിട്ടി. അപ്പൊ 3,50,000 രൂപ മാത്രമേ എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ട് പോകുന്നുള്ളൂ അല്ലെ? യെസ്. അപ്പോ അത് എങ്ങനെയാണ് നമ്മൾ SLM ബേസിസിൽ ട്രീറ്റ് ചെയ്യാൻ നോക്ക്. നിങ്ങൾ 0 റുപ്പീസിന്റെ സാധനം 1,00,000 വിറ്റത് അല്ലേ? SLM ആകുമ്പോൾ സെപ്പറേറ്റ് കൺസിഡർ ചെയ്യേണ്ടി വരും. എന്താണ്, നിങ്ങൾ 0 റുപ്പീസിന്റെ സാധനം 1,00,000 വിറ്റു, അപ്പൊ 1,00,000 പ്രോഫിറ്റ്. ഓക്കെ, 1,00,000 പ്രോഫിറ്റ് ആണെങ്കിൽ 1,00,000 മുകളിൽ 40,000 ടാക്സ് വരും. മനസ്സിലായോ? 1,00,000 നിങ്ങളുടെ പ്രോഫിറ്റ് ആണെങ്കിൽ 1,00,000 മുകളിൽ ടാക്സ് വരും അല്ലെ? 40,000 രൂപ ടാക്സ് വരൂലേ, കൊടുക്കണം 40,000. ശരി. ഇനി നിങ്ങൾ കോസ്റ്റ് ഓഫ് മെഷീൻ എത്രയാ പറഞ്ഞേ? 4,00,000 അല്ലെ? യെസ്. നോക്ക്, എടാ നിങ്ങൾ 0 റുപ്പീസിന്റെ സാധനം 1,00,000 കൊടുത്തു, അവിടെ ടാക്സ് 40,000 കൊടുക്കുമ്പോൾ നെറ്റ് അത് വിറ്റത് കാരണം നിങ്ങൾക്ക് 60,000 രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലേ? എടാ മനസ്സിലായോ? 0 റുപ്പീസിന്റെ സാധനം ഞാൻ 1,00,000 വിറ്റു, അപ്പൊ 1,00,000 കിട്ടി, ശരി. പക്ഷെ ഞാൻ അതിന് 40,000 ടാക്സ് കൊടുക്കണം, അപ്പൊ എനിക്ക് നെറ്റ് എത്രേ കിട്ടുന്നുള്ളൂ? 60,000 അല്ലേ നെറ്റ് സെയിൽ കൺസിഡറേഷൻ ആയിട്ട് വരുന്നത് ആഫ്റ്റർ ടാക്സ്. ആ, അപ്പൊ 60,000 കിട്ടിയ പോലെയാ. ഞാൻ പുതിയ മെഷീന് കൊടുക്കേണ്ട പൈസ എത്രയാ? 4,00,000. ഓക്കെ, അപ്പൊ 4,00,000 നെറ്റ് ഈ 60,000 കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3,90,000 കിട്ടും. ഇത്ര ഓക്കെ ആണോ? യെസ്. അപ്പൊ നിങ്ങൾ SLM മെത്തേഡ് ആണെങ്കിൽ 0th ഇയറിൽ 3,90,000 ആയിരിക്കും നിങ്ങൾ ഔട്ട്ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യുക ഇനീഷ്യൽ 0th ഇയറിൽ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. എടാ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി, നമ്മളെ 4,00,000 പുതിയ സാധനം വാങ്ങിക്കാൻ പോവാ, അപ്പൊ അവർ എക്സ്ചേഞ്ച് ഓഫർ ആയിട്ട് 1,00,000 പറഞ്ഞോണ്ടേ എന്റെ കയ്യിൽ നിന്ന് ആകെ 3,50,000 അല്ലേ പോവുള്ളൂ അല്ലെ? അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 4,00,000 കൊടുക്കണം, പക്ഷെ 1,00,000 അഡ്ജസ്റ്റ് ചെയ്തിട്ട് 3,50,000 പോകുള്ളൂ. ആ, അവിടെ ഒരു ടാക്സും കൂടി പോകും. ഈ 3,50,000 കൂടെ എന്റെ കയ്യിൽ നിന്ന് എത്രയും കൂടി പോകും? 40,000 ടാക്സും കൂടി പോകും. അങ്ങനെ 3,90,000 പോകും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഒന്നെങ്കിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. യെസ്, നിങ്ങളെ കയ്യിൽ നിന്ന് 3,500 പോകുന്നുണ്ട്, പ്ലസ് ടാക്സും കൂടി പോകുന്നുണ്ട്. ആ വെണ്ടറിന് 3,500 കൊടുക്കുന്നുണ്ട്, പ്ലസ് 40,000 കൊടുക്കും ടാക്സ് അല്ലെ? ഇത് വെണ്ടറിന് കൊടുക്കുന്ന, ഇത് ടാക്സ്. ഇപ്പൊ ടോട്ടൽ 3,90,000 വരും. SLM ബേസിസ് കോസ്റ്റ് ആണെങ്കിൽ. ഇനി ഇവിടെ വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണെന്ന് അറിയോ? നിങ്ങൾ ഈ പഴയ മെഷീൻ വിറ്റിട്ട് പുതിയ മെഷീൻ എടുത്ത് അല്ലേ? പുതിയ മെഷീന്റെ കോസ്റ്റ് എത്രയാ? 4,00,000 ഇല്ലേ? ആ, അപ്പൊ നിങ്ങൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തിന്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യണം? പുതിയ മെഷീന്റെ ഡിപ്രിസിയേഷൻ എന്തിനാ കാൽക്കുലേറ്റ് ചെയ്യുക? യെസ്. സോ നെക്സ്റ്റ് നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4,50,000 രൂപക്കാണ് ആ മെഷീൻ ഉള്ളത്. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പുതിയ മെഷീന്റെ ഡിപ്രിസിയേഷൻ കാൽക്കുലേഷൻ എന്തിലാണ്? 4,50,000 വരും. മനസ്സിലായ? 4,00,000 മുകളിൽ വേണം ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇത്ര ഓക്കെ അല്ലേ? യെസ്. സോ 0th ഇയറിലെ ക്യാഷ് ഫ്ലോയും കിട്ടി, ഡിപ്രിസിയേഷൻ കാൽക്കുലേഷൻ ചെയ്യേണ്ടത് 4,00,000 മുകളിലാണെന്ന് മനസ്സിലായി. ഓക്കെ. പക്ഷെ WDV മെത്തേഡ് ആണെങ്കിലുള്ള സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയോ? നമ്മൾ ബ്ലോക്ക് ഓഫ് അസറ്റ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യണം. ഓപ്പണിംഗ് WDV 0 ആ അല്ലെ? 0 റുപ്പീസ് വാല്യൂ ഉള്ള സാധനം ഉണ്ടായത്, നമ്മൾ പുതിയ സാധനം വാങ്ങിക്കുന്നു 4,50,000, പഴയത് വിറ്റു 1,00,000. ഓക്കെ, അപ്പൊ നമുക്ക് നെറ്റ് എത്രയാണ് വരുന്നത്? 3,50,000 അല്ലെ? യെസ്. അപ്പൊ നമ്മളെ ഫൈനൽ അസറ്റിന്റെ വാല്യൂ എത്രയായിട്ട് ഉണ്ടാവുക? ആലോചിച്ചോക്കെ, 0 പ്ലസ് അഡീഷൻസ് ലെസ് സെയിൽ. നേരത്തെ പറഞ്ഞ പോലെ നോക്കുകയാണെങ്കിൽ 3,50,000 അല്ലേ ആ അസറ്റിന്റെ വാല്യൂ ഉണ്ടാവുള്ളൂ അല്ലെ? നിങ്ങൾ പുതിയ അസറ്റിന്റെ വാല്യൂ എത്ര ഉണ്ടാവുള്ളൂ? പുതിയ ബ്ലോക്കിന്റെ വാല്യൂ എത്ര ഉണ്ടാവുള്ളൂ? പുതിയ ബ്ലോക്കിന്റെ വാല്യൂ 3,50,000 അല്ലേ ഉണ്ടാവുള്ളൂ? യെസ്. അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തിന്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? പറ, ഡിപ്രിസിയേഷൻ എന്തിന്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 3,50,000 മുകളിലല്ലേടാ കാൽക്കുലേറ്റ് ചെയ്യുക. കാര്യം മനസ്സിലായാ? എടാ മനസ്സിലായില്ലേ മോനെ? ഇപ്പൊ ഉള്ള സാധനം എത്രയാ? 0 ആ. നിങ്ങൾ പുതിയതായിട്ട് 4,00,000 സാധനം വാങ്ങിച്ചു, ലെസ് സെയിൽ വാല്യൂ അടിക്കാൻ 3,500, ബ്ലോക്കിന്റെ വാല്യൂ 3,500 ആയില്ലേ? അപ്പൊ ബ്ലോക്കിന്റെ വാല്യൂന്റെ മുകളിലല്ലേ നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? യെസ്. ബ്ലോക്കിൽ അസറ്റ് ഇല്ലേ? ഉണ്ട്, കാരണം പഴയത് വിറ്റിട്ട് നിങ്ങൾ പുതിയത് വാങ്ങിക്കുന്നുണ്ട്, ബ്ലോക്കിൽ അസറ്റ് ഉണ്ട് അല്ലേ? പഴയത് വിറ്റിട്ട് പോയില്ലല്ലോ.
ഗെയിൻ ഒന്നും ഇല്ല, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവില്ല, ക്യാപിറ്റൽ ലോസ് ഉണ്ടാവില്ല. പഴയത് വിറ്റു, പുതിയത് വന്നു, പുതിയത് വന്നപ്പോൾ പുതിയതിന്റെ വാല്യൂ ആയി 3.5 ലക്ഷം. അപ്പൊ പുതിയ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇനി ഡിപ്രിസിയേഷൻ മൊത്തം എന്തിന്റെ മുകളിലാണ്? 3.5 ലക്ഷത്തിന് മുകളിലായിരിക്കും ഡിപ്രിസിയേഷൻ വരിക. ക്ലിയർ ആണോ? യെസ്. ഇനി നിങ്ങൾ ഈ സമയത്തുള്ള ക്യാഷ് ഫ്ലോ നോക്കിയേ. 4.5 ലക്ഷത്തിന് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, 1 ലക്ഷം നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നു, ടാക്സിന്റെ ഇമ്പാക്ട് ഇവിടെ കയറൂല. സോ ഇവിടെ ഔട്ട്ഫ്ലോ എത്രയേ ഉള്ളൂ? 3,50,000. സോ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇത്. റീപ്ലേസ്മെന്റ് ഡിസിഷൻ വരുന്ന സമയത്ത് SLM ആണെങ്കിൽ ഇവിടെ 3,90,000 ഔട്ട്ഫ്ലോ സീറോ തീരും. നിങ്ങൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേഷൻ 4,50,000 മുകളിലേ ആയിരിക്കും. ഓക്കെ. WDV മെത്തേഡ് ആണെങ്കിൽ നിങ്ങളെ ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ സീറോ തിയറിൽ പോകുന്ന ക്യാഷ് ഫ്ലോ എത്രയാ? 3,50,000. അവിടെ ടാക്സിന്റെ കാര്യം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇമ്പാക്ട് ഒക്കെ പിന്നെ വരുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? ഇതേ ബ്ലോക്കിന്റെ വാല്യൂ ആയ 3,50,000 മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ. യെസ്. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ ടോപ്പിക് റീപ്ലേസ്മെന്റ് ഡിസിഷൻ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ചെക്ക് പ്രാക്ടിക്കൽ 11, ഇല്ലുസ്ട്രേഷൻ 18 ആൻഡ് മെയ് 24 ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് മൂന്ന് നോക്കുക. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ WDV മെത്തേഡ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മെയ് 24 SLM ബേസിസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ 2 years ബാക്ക് ഇതേപോലെ ഞാൻ എക്സാമിന്റെ തലേന്ന് കുറെ കാലമായിട്ട് പറഞ്ഞ പിള്ളേരോട് റീപ്ലേസ്മെന്റ് ഡിസിഷൻ വരാൻ ചാൻസ് ഉണ്ട്, ഇതാ ചാൻസ് ഉള്ളതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിൽ ആകെ 11, 18 മാത്രമേ ഉള്ളൂ. WDV SLM ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിന്റെ അടുത്ത ദിവസം എക്സാമിന് വന്നു. മെയ് 24 RTPയിലുള്ള ക്വസ്റ്റ്യൻ നേരെ കഴിഞ്ഞതിന് മുന്നത്തെ എക്സാമിന്, സെപ്റ്റംബർ എക്സാമിന് വന്നു. ഓക്കെ. സോ ഇപ്രാവശ്യം അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ സാധനം ചിലപ്പോൾ കൊണ്ടുവരും അവർ. ഭയങ്കര സൈക്കോ അല്ലേ? യെസ്. സോ അപ്പൊ എന്തായാലും ഇത് ചെക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? സോ ഇപ്പൊ ഇന്ന് കിട്ടിയ നോളജ് വെച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ മാക്സിമം പ്ലാൻ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? സോ നോട്ട് ഞാൻ ഓൾറെഡി ഷെയർഡ് ആണ്. ഓൾറെഡി നിങ്ങൾക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട്. എന്തെങ്കിലും അഡീഷൻസ് പോയിന്റ് വരുന്നുണ്ടെങ്കിൽ ഞാൻ നോട്ടിലൊക്കെ ആഡ് ചെയ്യും കേട്ടോ. ഇപ്പോഴുള്ള നോട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് വേറെ നോട്ടൊക്കെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ വേറെ പേജ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഇപ്പൊ ഉള്ളത് ഫൈനൽ ആണെന്ന് ഞാൻ പറയുന്നില്ല. മേ ബി നിങ്ങൾ എക്സാമിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്, അഡീഷണൽ പേജ് ഒക്കെ ഉണ്ടാവാം കേട്ടോ. അഡീഷണൽ എന്തെങ്കിലും പോയിന്റ് കിട്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഒക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കും. സോ യു ചെക്ക് ഇറ്റ്. എന്തെങ്കിലും കറക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കറക്ഷൻ എനിക്കൊന്ന് അറിയിക്കുക കേട്ടോ.